മൗല കോഗ്നിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പ്രിയ കോമാളി സെബാസ്റ്റ്യൻ പന്നക്കൽ ഫിലിപ്പ് മഹാത്മാവുമായിട്ട് ഞാൻ വാട്സാപ്പിൽ ഇന്ന് ചില സന്ദേശങ്ങൾ കൈമാറുകയുണ്ടായി. അപ്പം ഈ സന്ദേശങ്ങൾ ഇദ്ദേഹത്തിൻ്റെ വിഷയം അതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അള്ളാഹ് എന്ന ഇസ്ലാമിൻ്റെ വാൾ കഴുത്തിന് നേരെ വരുന്നതിന് മുൻപ് ക്രൈസ്തവർ ദൈവത്തെ വിളിക്കാൻ ഉപയോഗിച്ചിട്ടില്ല എന്നത് ചരിത്ര സത്യമാണ് എന്നാണ്. അള്ളാഹു എന്നുള്ള പേര് ബൈബിളിൽ എഴുതണമെന്ന് കഴുത്തിന് നേരെ വാളോങ്ങിക്കൊണ്ട് മുസ്ലിങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുള്ള തെളിവും സെബാസ്റ്റ്യൻ ഇതുവരെ ഇവിടെ ഹാജരാക്കിയിട്ടില്ല. അത് ഒരു വിഷയം. അപ്പോൾ നമ്മളിതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ധാരാളം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം സെബാസ്റ്റ്യനുമായിട്ട് നമ്മൾ വാട്സാപ്പിൽ മെസ്സേജുകൾ അയച്ചു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. സെബാസ്റ്റ്യനുമായിട്ട് നമ്മൾ കൈമാറിയ വാട്സാപ്പ് മെസ്സേജിൻ്റെ ലൈവ് ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. നമ്മൾ അദ്ദേഹത്തിനോട് ഏതാ വിഷയം ഡിബേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ പേര് പുതിയ ബൈബിളിൽ, അതായത് മോഡേൺ സമകാലീന കാലഘട്ടത്തിലുള്ള നമ്മുടെ കാലഘട്ടത്തിലുള്ള അറബി ബൈബിളിൽ അള്ളാഹുവിൻ്റെ പേരുണ്ടോ അല്ലെന്നാണ് ഡിബേറ്റ് ചെയ്യേണ്ടത് പറഞ്ഞപ്പോൾ അതൊരു ഡിബേറ്റ് ചെയ്യേണ്ട വിഷയമല്ലാതെ സെബാസ്റ്റ്യൻ മറുപടി അയച്ചു. അദ്ദേഹം പറഞ്ഞത്, ഇൻ ഓൾ അറബിക് ട്രാൻസ്ലേഷൻ ആഫ്റ്റർ ഇസ്ലാമിക് ഇൻവേഷൻ ഹാസ് പാഗൻ നെയിം Allah for God, while Christian inscription before the Islamic invasion has Allah, not the pagan Allah. അപ്പം ഇയാൾ പറയുന്നത് അൽ ഇലാഹ് എന്നാണ് ക്രിസ്ത്യൻ ഇൻസ്ക്രിപ്ഷൻ, ക്രിസ്ത്യൻ മാനുസ്ക്രിപ്റ്റുകളിൽ കയ്യെത്ത് പ്രതികളിലും അതേപോലെ താലിയോലകളിൽ ഒക്കെ എടുത്തിട്ടുള്ള രേഖകളിലും ഈ അല്ലാഹ് എന്നാണ് ദൈവത്തെ ദ ഗോഡ് എന്നാണ് പറഞ്ഞതെന്നാണ് സെബാസ്റ്റ്യൻ മുന്നക്കൽ പറയുന്നത്. പക്ഷേ ഇദ്ദേഹം പൗരാണിക കാലഘട്ടത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ എന്തുകൊണ്ട് നിങ്ങളുടെ ക്രിസ്ത്യൻ സഭകൾ, പെന്തക്കോസ്റ്റുകളും ഇവാഞ്ചലിക്കൽ പ്രൊട്ടസ്റ്റന്റ് സഭകളും ആധുനിക കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഈ അള്ളാഹ് എന്ന പേര് ദൈവത്തിന് യഹോവക്ക് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇയാൾക്ക് മറുപടിയില്ല. നമ്മളയച്ച വോയിസ് കേൾക്കാൻ ഇദ്ദേഹത്തിന് സമയമില്ല, താല്പര്യമില്ല. ഇതൊക്കെ ഇദ്ദേഹം എന്നോട് പറഞ്ഞത്, ഈ വോയിസൊക്കെ നിങ്ങൾ വേലയും കൂലിയും ഇല്ലാതെ വെറുതെ ഇരിക്കുന്ന ആളുകൾക്ക് അയച്ചു കൊടുക്കൂ, അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞത്. അതാണ് ഈ മുയന്തിൻ്റെ സ്റ്റാൻഡേർഡ്. ഈ മുയന്തിന്, അതായത് ഈ മന്ദബുദ്ധിക്ക് എന്തില്ല, ഇത് നേരിട്ട് ഡിബേറ്റ് ചെയ്യാനുള്ള ധൈര്യമില്ല. അദ്ദേഹം പിന്നെ അവസാനം തന്നെ ഒരു ലിങ്ക് അയച്ചു തന്നു. ഏതോ ഒരു ലിങ്കിൽ കയറി അദ്ദേഹത്തോട് ഡിബേറ്റ് ചെയ്യാൻ ലൈവുള്ള സമയത്ത് വരാൻ പറഞ്ഞു. അതല്ലല്ലോ ഡിബേറ്റിൻ്റെ മര്യാദ. ഒരാൾ നേരിട്ട് ഡിബേറ്റിന് ക്ഷണിച്ചാൽ ഒരു ഡിബേറ്റിൻ്റെ സമയവും സാഹചര്യവും അയാൾ അതിന് ഉണ്ടാക്കിയെടുക്കണം. ഒരു സ്പെഷ്യൽ ഡിബേറ്റ്. ഞാനിതുവരെ ഡിബേറ്റ് ചെയ്ത ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളൊക്കെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ നിങ്ങളെവിടെയെങ്കിലും നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് നിങ്ങളൊരു ലൈവ് ഇടും, അതിൽ നമ്മളെ സൗകര്യത്തിന് കയറി വരണമെന്ന് പറയുന്നത് ഡിബേറ്റ് അല്ല. അത് മനസ്സിലാക്കാനുള്ള ഈ വൈകാരികത ഈ മന്ദബുദ്ധിക്കില്ല. പിന്നെ ഇവന് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്ഥാനം, നിങ്ങൾ വേലയും കൂലിയും ഇല്ലാണ്ട് ഈ സെബാസ്റ്റ്യൻ പന്നക്കൽ എന്ന് പറഞ്ഞിട്ടല്ല ഈ തെമ്മാടിയുടെ വീഡിയോകൾ ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾ സമയം കളയുന്നു. അവന് നിങ്ങളോട് യാതൊരു ബഹുമാനം ആദരവുമില്ല. കാരണം നിങ്ങൾ വേലയും കൂലിയും ഇല്ലാതെ അവൻ്റെ വീഡിയോയും ഷെയർ ചെയ്തുകൊണ്ട് മുസ്ലിങ്ങളുമായിട്ട് തർക്കിച്ചുകൊണ്ട് സമയം കളയുന്ന ചാവാലി പട്ടികളുടെ വില പോലും അവൻ നിങ്ങൾക്ക് നൽകുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മളിവിടെ ഇദ്ദേഹം പറയുന്നത്, ഇദ്ദേഹത്തിന് ഇങ്ങനെ ഡിബേറ്റിന് സബ്ജക്റ്റ് തന്നെ അല്ല. അപ്പോൾ ഇയാളാണ് എന്നോട് ചോദിച്ച് സബ്ജക്റ്റ് ഏതാന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് കൊടുത്തപ്പോൾ അയാൾക്ക് ഡിബേറ്റ് ചെയ്യാൻ താല്പര്യമില്ല. കാരണം ഈ കിണാപ്പന അറിയുന്നത് ഇവരുടെ പ്രൊട്ടസ്റ്റന്റ് ബൈബിളിൽ, അതായത് ഇവരുടെ പെന്തക്കോസ്റ്റൽ പ്രൊട്ടസ്റ്റന്റ് സഭകൾ ഇന്നത്തെ ബൈബിളിൽ അള്ളാഹ് എന്നാണ് ദൈവത്തെ വിളിക്കുന്നത്. അപ്പോൾ ഈ അള്ളാഹ് എന്ന ദൈവത്തെ വിളിക്കുമ്പം ഇവരുടെ അമേരിക്കയിലൊക്കെ ഉള്ള അറബി ഭാഷ സംസാരിക്കുന്ന പ്രൊട്ടസ്റ്റന്റ് മതപണ്ഡിതരുടെയും ബൈബിൾ പണ്ഡിതരുടെയും അറിവിനെയും അവരുടെ ഈ ഉത്തരവാദിത്തത്തെയാണ് ഇയാൾ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സെബാസ്റ്റ്യൻ്റെ അന്ധമായി അനുകരിക്കുന്ന, സെബാസ്റ്റ്യനെ അന്ധമായി പിന്തുടരുന്ന പൊട്ടന്മാരായിട്ടുള്ള നിങ്ങൾ, ഈ മിഷനറി കുട്ടികൾ, ഈ മറക്കടന്മാരോട് ഞാൻ ചോദിക്കുന്ന കാര്യം, നിങ്ങൾ സെബാസ്റ്റ്യനാണോ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ബൈബിളും ഈ ബൈബിൾ ഗ്രന്ഥങ്ങളും നിങ്ങളുടെ സഭകളിലുമൊക്കെ ധാരാളം അനുഭവ സമ്പത്തും അറിവുമുള്ള നിങ്ങളുടെ ബൈബിൾ തർജ്ജമക്കാരും ബൈബിൾ ക്രോഡീകരിക്കുകയും അത് വ്യത്യസ്ത ഭാഷകളിലേക്കും അറബിയടക്കമുള്ള ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുന്ന നിങ്ങളെ പണ്ഡിതന്മാരെയാണ് നിങ്ങൾക്ക് വിശ്വാസം. നിങ്ങൾ ആരെയാണ് ഫോളോ ചെയ്യുന്നത്?
സെബാസ്റ്റ്യൻ പറഞ്ഞത് എല്ലാ ബൈബിളിലും തെറ്റുപറ്റിയിട്ടുണ്ട്, അള്ളാഹ് എന്ന് എഴുതി എല്ലാ ബൈബിളിലും തെറ്റുപറ്റിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ ചർച്ചിലുള്ള എല്ലാ പണ്ഡിതന്മാർക്കും തെറ്റുപറ്റി. അള്ളാഹ് എന്ന് യഹോവയെ വിളിച്ചത് വലിയ തെറ്റാണ്. യഹോവ അള്ളാഹ് ഖുറൈശികളുടെ ഗോത്രദേവനാണ്. യഹോവയെ അങ്ങനെ വിളിച്ചത് എല്ലാവർക്കും തെറ്റുപറ്റിയത്. അപ്പം നിങ്ങളുടെ ചർച്ചകളിൽ പരിശുദ്ധാത്മാവോ ദൈവത്തിൻ്റെ ആത്മാവോ ഒന്നുമില്ല. നിങ്ങൾ വ്യാജ സഭക്കാരാണ്. സെബാസ്റ്റ്യൻ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു. അതായത് ഈ സഭക്കാർ ഇതിൻ്റെ പണ്ഡിതന്മാരൊക്കെ വ്യാജന്മാരാണ്, അവർക്കൊക്കെ തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് സെബാസ്റ്റ്യൻ അംഗീകരിക്കുന്ന ദയനീയമായ കാഴ്ച നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. നമ്മൾ കൊടുത്ത വോയിസ് കേട്ടുകൊള്ളുക. ഇസ്ലാമിന് ശേഷം അറബി ഭാഷയിലുള്ള ബൈബിളിൽ ക്രിസ്ത്യാനികൾ ദൈവത്തെ അള്ളാഹ് എന്ന് വിളിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഡിബേറ്റ് ചെയ്യാം. കാരണം ഇസ്ലാമിന് മുൻപ് അറബി ബൈബിളിൽ ദൈവത്തെ അള്ളാഹു എന്ന് വിളിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഡിബേറ്റ് ചെയ്യുക. അത് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ വീഡിയോ. ഇസ്ലാമിന് ശേഷം വിളിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഡിബേറ്റ് ചെയ്യാം. അതാണല്ലോ നമുക്ക് സമകാലീന സമയത്തുള്ള കാര്യങ്ങളാണ് നമുക്ക് ഡിബേറ്റ് ചെയ്യേണ്ടത്. കണ്ടംപററി ഇഷ്യൂസ്. 1000 വർഷം മുൻപോ 2000 വർഷം മുമ്പ് എന്താ ചെയ്തിട്ടുണ്ടോ നമുക്ക് വിഷയമല്ല. നമ്മൾ ഈ പ്രസന്റ് മൂവ്മെന്റിൽ ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇപ്പോഴുള്ള കാര്യം ഡിബേറ്റ് ചെയ്യാം. ഇപ്പോഴുള്ള ഞങ്ങളുടെ ഖുർആനും ഹദീസുകളും ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള നിങ്ങളുടെ ബൈബിൾ, അതാണ് ഡിബേറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ 1000 വർഷം 2000 വർഷം മുൻപുള്ള സാധനത്തിലേക്ക് നമ്മൾ പോയിട്ട് കാര്യമല്ല. ഇന്ന് മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന ഖുർആനും ഹദീസും, ഇന്ന് ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്ന ബൈബിൾ, ഇത് അറബിയിലുള്ള ഖുർആനും ഹദീസും അറബിയിലുള്ള ബൈബിൾ, അതിൽ അള്ളാഹ് എന്ന് പറയുന്നുണ്ടോ എന്നാണ് ഒരു ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിച്ചത്. കാരണം ആ വിഷയത്തിലാണല്ലോ നിങ്ങൾ ഡിബേറ്റിന് പോകാന്ന് പറഞ്ഞ ഈ നമ്പർ. ഇപ്പൊ സെബാസ്റ്റ്യനോട് നമ്മൾ ചോദിച്ചു, ഇന്ന് ജനങ്ങൾക്ക് കാണാനും വായിക്കാനും വെരിഫൈ ചെയ്യാനും, അതായത് അന്വേഷിക്കാനും റിസർച്ച് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഇന്നത്തെ അറബി ബൈബിളിലും ഇന്നത്തെ ഖുർആനിലും ഉള്ള അള്ളാഹ് എന്ന് ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? കാരണം ആളുകൾക്കൊക്കെ അന്വേഷിക്കണം. അപ്പോൾ അവർ അന്വേഷിച്ച് കണ്ടെത്തട്ടെ. അതിന് തയ്യാറുണ്ടോ ചോദിച്ചോ. ഈ പൊട്ടം പറഞ്ഞത് അവന് താല്പര്യമല്ലാതെ. പിന്നെ വേറെ എന്തെങ്കിലും സബ്ജക്റ്റുകൾ ഡിബേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടല്ലോ. നിങ്ങൾക്ക് 1-2 സെലക്ഷൻസ്, അതായത് നമ്മളൊരു മെനു കാർഡ് പോലെ കുറച്ച് ഡിബേറ്റ് ടോപ്പിക് നിങ്ങൾ ഷെയർ ചെയ്യും. അതിൽ എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള തോന്നുന്നൊരു സബ്ജക്റ്റ് ആണെങ്കിൽ ഞാൻ നിങ്ങളോട് ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ശരി. എന്റെ പൊന്നു സഹോദരാ, താങ്കൾക്ക് പറഞ്ഞ മനസ്സിലാവത്തില്ലേ? ഇസ്ലാം അധിനിവേശത്തിന് ശേഷം ഇസ്ലാമിക നിർബന്ധത്തിന് വഴങ്ങി അറബി ഭാഷയിൽ തന്നെ ദൈവം എന്ന പദത്തിന് പകരമായി ഉപയോഗിക്കുന്ന അല്ലില, ഗോഡ്, ദ ഗോഡ് എന്നിവയ്ക്ക് തത്തുല്യമായിട്ട് അള്ളാഹ് എന്ന ഈ പേഗൻ അറബി ദൈവത്തിന്റെ പേര് ഉപയോഗിക്കാൻ തുടങ്ങി. ഇദ്ദേഹത്തിന് യാതൊരു തെളിവുമല്ല ഇവിടെ ആരോ ഉപയോഗിച്ചത്. ക്രിസ്ത്യൻ പണ്ഡിതന്മാരോ ഇതര മതസ്ഥരോ അങ്ങനെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതിന് തെളിവ് കൊണ്ടുപോകാം. അതായത് മുസ്ലിങ്ങൾ മറ്റുള്ള മതക്കാരോ മുകളിൽ അള്ളാഹ് എന്നുള്ള പേര് ഉപയോഗിക്കാൻ അവരെ മേൽ സമ്മർദ്ദം ചെലുത്തി ഇതിൻ്റെ പേരിൽ അവർ പേര് മാറ്റി എന്നുള്ളതിന് തെളിവ് ഏതെങ്കിലും ക്രിസ്ത്യൻ പണ്ഡിതന്മാരുടെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരിച്ച് കൊണ്ടുപോകാം. അല്ലാതെ വെറുതെ കടന്ന് ഓരിട്ടിട്ട് കാര്യമല്ല. തെളിവ് കൊണ്ടുപോകാം. അതെ, ഇസ്ലാമിൽ ഈ പേഗൻ ദൈവത്തിനും ഏകദൈവം എന്ന് വിളിച്ച് ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം എന്ന പദത്തിന് പകരമായിട്ട് ഇത് വരാൻ തുടങ്ങി. അതിനു മുമ്പുള്ള ഒരു ക്രിസ്ത്യൻ ഇൻസ്ക്രിപ്ഷൻസിനകത്തും അള്ളാഹ് എന്ന് ഉപയോഗിച്ചിട്ടില്ല. അറബി ബൈബിള് എല്ലാ പരിഭാഷകളിലും ഞാൻ വായിച്ചിട്ടുള്ളതാണ്. മോഡേൺ എല്ലാ പരിഭാഷകളിലും അള്ളാഹ് എന്നാണുള്ളത്. അത് തെറ്റാണ്. അത് പേഗൻ ദൈവത്തിന്റെ പേരിട്ടത് തെറ്റാണ്. അപ്പോൾ സെബാസ്റ്റ്യൻ പറഞ്ഞ മനസ്സിലായല്ലോ. നിങ്ങളുടെ എല്ലാ സഭക്കാർ, കത്തോലിക്കർ, പ്രൊട്ടസ്റ്റന്റ്, ലൂതറൻ, ഓർത്തഡോക്സ്, പെന്തക്കോസ്റ്റൽ, ഇവാഞ്ചലിക്കൽ, നിങ്ങളെല്ലാ ചർച്ചിലുള്ള നിങ്ങളുടെ പണ്ഡിതന്മാർക്കും തെറ്റുപറ്റി എന്നാണ് മൂപ്പർ സമ്മതിക്കുന്നത്. അപ്പോൾ തെറ്റുപറ്റിയ ഇത്തരം വലിയ വലിയ മണ്ടത്തരങ്ങൾ, ഒരു ബൈബിള് വരെ നേരെ ചൊവ്വ എഴുതാൻ കഴിയാത്ത സഭകളാണ് നിങ്ങളുടെ സഭകൾ എന്നാണ് സെബാസ്റ്റ്യൻ മുന്നക്കൽ ഇവിടെ നിങ്ങളോട്
തുറന്ന് സമ്മതിച്ചിരിക്കുന്നത്. അപ്പോൾ ഹോളി സ്പിരിറ്റ് എവിടെ പോയി? നിങ്ങൾക്കൊക്കെ ഉണ്ടെന്ന് പറയുന്ന ഈ പരിശുദ്ധാത്മാവാണ്, ബോൺ അഗെയിൻ ആണെന്ന് പറഞ്ഞിട്ടുള്ള ഈ പാസ്റ്റേഴ്സ്മാർ. ബൈബിളിലുള്ള അറബി തർജ്ജമകളുടെയൊക്കെ അത് ഇയാൾ പറയുന്നത് ഏതെങ്കിലും ഡിഗ്രിയുള്ള ആൾ എഴുതിയാണ്, അല്ലെങ്കിൽ അറിവില്ലാത്ത ആൾ ട്രാൻസ്ലേറ്റ് ചെയ്തായിരിക്കാം ഇത്തരം ആത്മീയ കാര്യങ്ങൾ അറിയാത്ത ആളെന്നാണ് ഇയാൾ പറയുന്നത്. പക്ഷേ നിങ്ങൾ ഈ ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സും അവർ ഇതൊക്കെ ക്രിസ്ത്യൻ സഭകൾ അവർ കമ്മിറ്റികളും റിവിഷനൊക്കെ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ആളുകളെ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതും അതല്ലെങ്കിൽ ക്രോഡീകരിക്കുകയും ട്രാൻസ്ലേറ്റ് ചെയ്യുകയോ ചെയ്യുന്നത് പല ഭാഷകളിലേക്കും. ധാരാളം ക്വാളിറ്റി കൺട്രോളിൽ കൂടെ പോയിട്ടാണ്. അതായത് ഗുണമേന്മയും ഈ ക്രിസ്തുമത വിശ്വാസവും അടിയുറച്ചതാണെന്ന് അവർ ധാരാളം ഈ സൂക്ഷ്മ പരീക്ഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും കടന്നിട്ടാണ് ഈ ബൈബിള് അവസാനം അപ്രൂവൽ തന്നെ ചെയ്യുന്നത്, അറബിയിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. പക്ഷേ ഈ പൊട്ടൻ പറയുന്നത് ചില ആളുകൾ അവർ സ്വന്തം ഇഷ്ടപ്രകാരം ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അത് സഭകൾ കണ്ണും ചുമ്മി അന്ധമായി അവർ കോപ്പി ചെയ്തതാണ്, അവരുപയോഗിക്കുന്നതാണെന്നാണ് ഇയാൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇയാൾക്ക് നിങ്ങളെ തന്നെ ബഹുമാനമല്ല, നിങ്ങളുടെ പണ്ഡിതന്മാർ. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾക്ക് തെറ്റുപറ്റിയ സഭകളെ ബഹിഷ്കരിക്കണം. സെബാസ്റ്റ്യനെ പോപ്പും ബിഷപ്പും ആധ്യാത്മിക നേതാവും ആയി തിരഞ്ഞെടുക്കണം. സെബാസ്റ്റ്യൻ പറയുന്നത് നിങ്ങൾക്കൊക്കെ തെറ്റുപറ്റി, നിങ്ങളുടെ ബൈബിളിലെ ചെയ്താക്കുക, നിങ്ങളുടെ ചർച്ചുകൾക്കൊക്കെ തെറ്റുപറ്റി, സെബാസ്റ്റ്യൻ മാത്രമാണ് ശരി, അദ്ദേഹം കണ്ടെത്തിയ അറിവാണ് ശരിയെന്നാണ് പറയുന്നത്. വീണ്ടും കേട്ടു നോക്കൂ. യഥാർത്ഥ ക്രിസ്തീയ പാരമ്പര്യം, ഇസ്ലാം അധിനിവേശത്തിന് മുമ്പുള്ള ക്രിസ്തീയ പാരമ്പര്യം അൽ ഇലാഹ് എന്ന്, ദൈവം എന്നർത്ഥം വരുന്ന അറബി പദമായിട്ട് അൽ ഇലാഹ് എന്നും ദൈവത്തിന്റെ പേരായിട്ട് യാഹ്വേ എന്നും ഉപയോഗിക്കുന്നതാണ് ക്രിസ്തീയ പാരമ്പര്യം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ക്രിസ്തീയ പാരമ്പര്യം അൽ ഇലാഹ് എന്ന് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ലോകത്തുള്ള എല്ലാ ക്രിസ്ത്യാനികളും തെറ്റുപറ്റി. അപ്പോൾ ഞാൻ വീണ്ടും വോയിസ് ഇട്ട് അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം വോയിസിലൊരിക്കലും ഈ ബ്ലൂടിക്ക് വന്നിട്ടില്ല, കാരണം അദ്ദേഹം എന്നെ ഈ മെസ്സേജ് ആക്സെപ്റ്റ് ചെയ്യാതെ എല്ലാം കേട്ട് പോവുക ചെയ്യുന്നത്. അപ്പം അദ്ദേഹം പറയുന്നത് ഈ അൽ ഇലാഹ് എന്നുള്ളത് മുസ്ലിങ്ങളുടെ അധിനിവേശത്തിന് ശേഷം തുടങ്ങിയാണെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു, ഈ 18-ാം നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ടിലൊക്കെ ഈ എവിടെയാണ് ഇസ്ലാമിക അധിനിവേശം ഉള്ളത്? ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും അല്ലേ മിഡിൽ ഈസ്റ്റിലും ഒക്കെ അധിനിവേശം നടത്തിയത്? അവരാണല്ലോ ബൈബിൾ അറബിയിലെ ട്രാൻസ്ലേറ്റ് ചെയ്തത്. വാൻ ഡൈക്ക് ബൈബിൾ എന്ന് പറയുന്നത്, സ്മിത്ത് ബൈബിൾ എന്ന് പറയുന്നത് അമേരിക്കക്കാരായിട്ടുള്ള ബൈബിൾ സൊസൈറ്റികൾ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അവരിൽ ഇസ്ലാമിൻ്റെ അധിനിവേശമാണ് അവരിൽ വന്നത്. അവർക്ക് തിരുത്തിക്കൂടായിരുന്നു, അവർക്ക് തെറ്റുപറ്റിയാന്ന് പറഞ്ഞ്. അപ്പോൾ ഈ പെന്തക്കോസ്റ്റലുകാർ വരെ എന്താ ചെയ്യുന്നത്, ഈ അള്ളാഹ് എന്നുള്ള പേരാണ് യഹോവയ്ക്ക് വരും ബൈബിൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രപരമായ മണ്ടത്തരങ്ങളാണ് ഇദ്ദേഹം വിളിച്ചറിയുന്നത്. പണ്ടുള്ള ക്രിസ്ത്യൻ സഭകൾക്കൊക്കെ തെറ്റുപറ്റി, ഇസ്ലാമിൻ്റെ അധിനിവേശം കാരണം അവർ നിർബന്ധിതരായി അള്ളാഹ് എന്ന് ബൈബിളിൽ എഴുതാൻ. പക്ഷേ അങ്ങനെയാണെങ്കിൽ നിങ്ങളല്ലേ കുറേ പ്രൊട്ടസ്റ്റൻ്റ് റിഫോർമേഷനൊക്കെ നടത്തിയ ആളുകൾ, നിങ്ങളെന്തേ ഈ ഒരു റിഫോർമേഷൻ നടത്തിയില്ല? കത്തോലിക്കനും പ്രൊട്ടസ്റ്റൻറ്റും തമ്മിൽ ധാരാളം യുദ്ധങ്ങൾ യൂറോപ്പിൽ നടന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇസ്ലാമിൽ ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ കത്തോലിക്കരെയും പ്രൊട്ടസ്റ്റൻറ്റുകാരും ഒക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ അത് വരേണ്ടിയാണല്ലോ. അങ്ങനെ ഇസ്ലാം നിർബന്ധിച്ചിട്ടാണ് ഞങ്ങൾ അള്ളാഹ് എന്നുള്ള പേര് ബൈബിളിൽ കടത്തിക്കൂട്ടിയത്, ബൈബിളിലൊക്കെ അള്ളാഹ് എഴുതിയ ബൈബിളിലൊക്കെ തെറ്റുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ ഈ ജനാധിപത്യവും അതേപോലെ തന്നെ സെക്യുലറിസവും ഉള്ള കാലത്ത് തന്നെ അവരെന്തുകൊണ്ട് ബൈബിള് തിരുത്തിയില്ല? അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്നൊക്കെ പറഞ്ഞ് ഫ്രഞ്ച് വിപ്ലവം അമേരിക്കൻ വിപ്ലവമൊക്കെ നടത്തിയ ആളുകൾ അവരെന്ത് ചെയ്തില്ല? അവരെന്തുകൊണ്ട് ബൈബിളിൽ അള്ളാഹ് എന്നുള്ള പേര് തിരുത്തിയില്ല? എന്നിട്ട് യഹോവ എന്നോ അഡോണ എന്നോ ചേർത്തില്ല? നിങ്ങൾ മനസ്സിലാക്കണം, ഇയാൾ പച്ച നുണയാണ് പറയുന്നത്, യാതൊരു തെളിവുമില്ല ഇയാൾ പറയുന്ന കാര്യങ്ങൾക്ക്. യഹൂദ പാരമ്പര്യം, ദൈവത്തിന്റെ പേര് യാഹ്വേ, ദൈവം എന്നർത്ഥം വരുന്ന അറബി പദം അൽ ഇലാഹ്. അതല്ലേ ഇൻസ്ക്രിപ്ഷൻസിനകത്തും അള്ളാഹ് ഉപയോഗിച്ചിട്ടില്ല. അറബി ബൈബിള് എല്ലാ പരിഭാഷകളിലും ഞാൻ വായിച്ചിട്ടുള്ളതാണ്. മോഡേൺ എല്ലാ പരിഭാഷകളിലും അള്ളാഹ് എന്നാണുള്ളത്. അത് തെറ്റാണ്. അത് പേഗൻ ദൈവത്തിന്റെ പേരിട്ട് ക്രിസ്തീയ പാരമ്പര്യം യഹൂദ. അപ്പോൾ യഹൂദർ വരെ ഈ റബ്ബി മീൻസ് ഊറ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. റബ്ബി ടെൽ അസ് അബൌട്ട് അറബ് ഗോഡ്. അപ്പോൾ റബ്ബി പറയുന്നത് എന്താണ്? അള്ളാഹ് ഞങ്ങൾ ഉപയോഗിക്കുന്ന പേരാണ്. മുസ്ലിങ്ങളും യഹൂദരും ഒരേ ദൈവത്തിനെയാണ് ആരാധിക്കുന്നത് എന്ന് റബ്ബി മീൻസ് ലൈവ് സ്ട്രീമിൽ കാണാൻ പറ്റും യൂട്യൂബിൽ. And he said, I won't get into that subject. We won't discuss it. The Muslims believe in Allah, but Rabbi Potasnik would not compare anything. Would you care to mention anything?
Yeah, when I did before, I'll do now also. Allah is taken from the name from Alakah. Alakah, which is, we use that word all the time. We have the same God as the Arabs. We believe in the same God, in one God. So it's a paradox. See, the Christians believe in the Trinity, and that's supposed to mean. But it's a part of it is their God, who's the JC, we call him. But that's not our belief at all. We're not allowed to believe in anything like that. And we're in better terms with the Christians generally than with the Arabs, generally speaking. But we have in common, we believe in the same God. Right? As a matter of fact, I was speaking once to Rabbi Moshe Feinstein, the greatest rabbi of our generation. He said, Allah, that's the Arabs' God, the same God that we have. He wasn't afraid to talk about it. They have the same God. സോ അതാണ് റബ്ബി മീൻസ് പറഞ്ഞിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 23 അധ്യായം തുടങ്ങുന്നത് തന്നെ ക്രിസ്ത്യാനികളോട് യേശു പറയുകയാണ്, ഫാരിസിയരും നിയമജ്ഞരും മോശയുടെ സിംഹാസനത്തിലാണ് ഇരിക്കുന്നത്. അവർ പറയുന്നതൊക്കെ നിങ്ങൾ ചെയ്യണം, പക്ഷേ അവർ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യാൻ പാടില്ല, കാരണം അവർ പറയുന്നത് ചെയ്യുന്നില്ല. യഹൂദർ അള്ളാഹു ദൈവമാണെന്ന് അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ അവർ ഇസ്ലാം പ്രൊഫറ്റ് മുഹമ്മദിനെ അംഗീകരിക്കുന്നില്ല പ്രവാചകനായിട്ട്. പക്ഷേ മുസ്ലിങ്ങളും അവർ ഒരേ ദൈവത്തെ ആരാധിക്കുന്നു, അവർ അംഗീകരിക്കുന്നുണ്ട്. അപ്പം ഇത് സെബാസ്റ്റ്യൻ എന്ന കുഞ്ഞാട് മത്തായിയുടെ സുവിശേഷം 23 അധ്യായം 1 വചനവും 2 വചനവും വായിക്കുക. എന്നിട്ട് ഈ റബ്ബി പറയുന്ന കാര്യം കേൾക്കുക. ഇത് റബ്ബി ടോവിയ സിംഗർ എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുടെ വീഡിയോ ആണ്. ഒരു ജൂയിഷ് അപ്പോളജസ്റ്റിക്കിൻ്റെ വീഡിയോ ആണ്. അദ്ദേഹം പറയുന്നു, ഫ്രം ഇസ്മായിൽ ടു ഇസ്ലാം, ഇസ്മായിൽ നിന്ന് ഇസ്ലാമിലേക്ക് റബ്ബി ടോവിയ സിംഗർ എക്സ്പ്ലോർ ചെയ്യുകയാണ്. അതായത് കോവനൻറ്റ്, ദൈവത്തിൻ്റെ അബ്രഹാമിൻ്റെ വാഗ്ദത്തം, അത് അറേബ്യയിലുള്ള ജാഹിലിയയിൽ നിന്നും കടന്നു വന്ന് എങ്ങനെയാണ് ഏകദൈവ വിശ്വാസികളാക്കി അറബികളെയും ഇസ്മായിലിയരെയും ഇസ്രായേൽ ദൈവത്തിനെ ആരാധിക്കുന്നവരാക്കി കാലക്രമേണ മാറ്റി. അത് തന്നെയാണ് ഐസയ്യ പ്രൊഫസൈ 42 അധ്യായം 11 മുതൽ 17 വരെ 19 വരെ വചനങ്ങൾ നിങ്ങൾക്ക് വായിക്കാം. ഇനി നമുക്ക് വീണ്ടും ഈ നമ്മുടെ മൗലാന ഈ സെബാസ്റ്റ്യൻ മുന്നക്കൽ മുസ്ലിയാരുടെ തോന്നിവാസം കേൾക്കാം. യഹൂദ പാരമ്പര്യം, ദൈവത്തിന്റെ പേര് യാഹ്വേ, ദൈവമെന്ന യഹൂദ പാരമ്പര്യമുള്ള ആളുകളാണ് ഈ വീഡിയോയിൽ പറഞ്ഞത് അള്ളാഹു അവരുടെ ദൈവം തന്നെയാണെന്ന്. ദൈവമെന്നർത്ഥം വരുന്ന അറബി പദം അൽ-ഇലാഹ്. ഇതാണ് ക്രിസ്തീയ പാരമ്പര്യം എല്ലായിടത്തും. അത് ലോകത്ത് എവിടെ ചെന്നാലും അങ്ങനെ. ഇപ്പൊ യഹൂദം അതെവിടെ ചെന്നാലും അങ്ങനെയല്ല എന്നുള്ളത് ഇപ്പം നമ്മൾ ആ 2 വീഡിയോ കണ്ടു. റബ്ബി ടോവിയ സിംഗർ, റബ്ബി മീൻസ്, ആ വീഡിയോ നമ്മൾ കണ്ടു. യഹൂദന്മാരുടെ ചെന്ന് കഴിഞ്ഞാൽ ദൈവം എന്നർത്ഥം വരുന്ന പദം എലോഹ്, എലോഹിയും, പല പദങ്ങളുണ്ട് ദൈവം എന്ന പേരിൽ ഉപയോഗിക്കുന്നത്. അർത്ഥം ദൈവം എന്ന പേരിൽ പല പേരുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഇസ്ലാമിൽ അങ്ങനെ തന്നെ. ലഹുൽ അസ്മാഉൽ ഹുസ്ന, ദൈവത്തിന് ധാരാളം നാമങ്ങളുണ്ട്. അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് ആ ദൈവത്തിന്റെ പേര് യാഹ്വേ. മലയാളത്തിൽ ഗോഡ് അഥവാ എലോഹിം അഥവാ ദൈവം എന്നർത്ഥം വരുന്ന പദം ദൈവം, ദൈവം എന്നർത്ഥം വരുന്ന പദം ദൈവം, മലയാളത്തിൽ ദൈവം എന്നാണ്. ദൈവത്തിന്റെ പേര് യാഹ്വേ. ഓക്കെ. അറബി ഭാഷയിൽ, പുതിയ മോഡേൺ അറബിക് ഭാഷയിൽ വന്നിട്ടുള്ള പരിഭാഷകളിലെല്ലാം തെറ്റ് കടന്നുകൂടിയിട്ടുണ്ട്. അതിലൊരു തെറ്റാണ് ഈ അൽ ഇലാഹ് എന്ന് ഉപയോഗിക്കുന്നതിന് പകരം ഈ പ്രാകൃത ഖുറൈശി പേഗൻ ദൈവമായ അല്ലാത്തിന്റെ വാപ്പയായ ജിന്ന് ദേവനായ അല്ലാഹിന്റെ പേരാണ് എഴുതി വെച്ചിട്ടുള്ളത്. അത് തെറ്റാണ്. അത് അവരുടെ ഭാഷയിൽ വന്ന തെറ്റാണ്. അത് തർജ്ജമയിലെ തെറ്റാണ്, ബൈബിളിലെ തെറ്റല്ല. ബൈബിളിൽ അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ, തർജ്ജമയിൽ വന്ന തെറ്റാണ്. അതായത് ക്രിസ്ത്യൻ പണ്ഡിതന്മാർക്ക് മൊത്തം, ലോകത്തുനിന്നേ വരെ ക്രിസ്ത്യൻ പണ്ഡിതന്മാർക്ക് മൊത്തം തെറ്റുപറ്റി. അവർ അറബിയിലുള്ളൊരു ജിന്ന ദൈവത്തിൻ്റെ പേര് യഹോവയ്ക്ക് കൊടുക്കുക, യഹോവയെ അപമാനിച്ചു. അപ്പോൾ നിങ്ങൾ ആ സഭകളിൽ, അതായത് അറബി ബൈബിളിൽ അള്ളാഹ് നീതി സഭകളിൽ നിൽക്കണം. അതല്ലെങ്കിൽ സെബാസ്റ്റ്യൻ്റെ കൂടെ എല്ലാവരും ചേർന്നൊരു പുതിയ സഭ ഉണ്ടാക്കി സെബാസ്റ്റ്യനെ ഈ സഭയുടെ മിശിഹായും അത് പരിശുദ്ധാത്മാവായും ദൈവമായും അതേപോലെ ബിഷപ്പും പോപ്പുമായും അഭിഷിക്തനാക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളും ഉസാമ ബിൻ ലാദനും ഒക്കെ പോകുന്നത് ഒരേ റൂട്ടിൽ തന്നെയാണ്. കാരണം അവന് ഉസാമയും അതിൻ്റെ അനുയായികളും ഈ തീവ്ര സലഫി ചിന്താഗതിക്കാർ ആ വഴിക്ക് എല്ലാവരും മുശ്രിക്കുകളാണ്, ഇസ്ലാമെന്ന് പുറത്തു പോയവരാണ്, ഞങ്ങൾ മാത്രമാണ് സത്യം എന്ന് പറയുന്നു. സെബാസ്റ്റ്യൻ ഇവിടെ പറയുന്നത് എല്ലാവർക്കും തെറ്റുപറ്റി, ബൈബിളിൻ്റെ കാര്യത്തിൽ, അറബി ബൈബിളിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും തെറ്റുപറ്റി. ഞാൻ കണ്ടെത്തിയ, ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പ് എന്ന് സെബാസ്റ്റ്യൻ പറയുന്നു. അപ്പോൾ ആ സെബാസ്റ്റ്യനെയാണ് ഈ ആര് പിന്തുടരുന്നത്? ഈ സഭക്കാരുടെ അനുയായികളാണെന്ന് പറയുന്ന ആളുകൾ പിന്തുടരുന്നത്. ഈ സെബാസ്റ്റ്യൻ്റെ വാക്കാണ് അവർക്ക് വേദവാക്ക്.
ബൈബിളിന്റെ അറബി തർജ്ജമക്കാർ ഇസ്ലാമിന് ശേഷം വന്ന ഇസ്ലാമിക ഭീകരതയുടെ ഇരകളായി തീർന്ന് അവരെ പേടിച്ചിട്ട് തർജ്ജമ ചെയ്യും. അല്ലടോ പൊട്ടൻ സെബാസ്റ്റ്യ, ഈ വാൻഡൈക്കും അതേപോലെ അമേരിക്കയിലൊക്കെ ഉള്ള ഈ അറബി ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തവരൊക്കെ എന്നാണ് ഇസ്ലാമിൻ്റെ ഭീകരതയ്ക്ക് ഇരയായത്? എടോ, വർത്താനം പറയും കുറച്ച് നാവിൻ്റെ തുമ്പത്തിനൊരു സത്യമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാം വചനത്തിൽ ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിട്ടുണ്ട് തന്നെപ്പോലുള്ള ആളുകൾ പിശാചിൻ്റെ സന്തതികളാണെന്ന്. കാരണം നീ ഭോഷ്ക്ക് പറയുന്നവനാണ്, കളവ് പറയുന്നവനാണ്. എടോ, കളവ് പറയുന്ന തനിക്ക് നാണമില്ലടോ. ഏത് ബൈബിൾ എവിടെയാടോ പറഞ്ഞിരിക്കുന്നത്? ഏത് പണ്ഡിതനാണ് ബൈബിൾ പണ്ഡിതനാണ് പറഞ്ഞത്? ഇസ്ലാമിൻ്റെ അധിനിവേശത്തിനും ഭീകരതക്കും വാങ്ങിയിട്ടാണ് ബൈബിളിൽ ഈ ട്രാൻസ്ലേഷനിൽ അറബി ബൈബിളിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അള്ളാഹ് എന്ന് എഴുതി ചേർത്തത് എന്നെവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? താനൊന്ന് തെളിയിക്ക്. അതേപോലെ തന്നെ ഈ ആധുനിക കാലഘട്ടത്തിൽ 1930കളിലും 1890കളിലുമൊക്കെ നിങ്ങളുടെ തന്നെ പ്രൊട്ടസ്റ്റൻ്റ് പെന്തക്കോസ്റ്റൽ സഭക്കാർ എഴുതി ഉപയോഗിച്ച അറബിക് ബൈബിളിൽ അള്ളാഹു എന്ന് നിങ്ങൾ എഴുതി ചേർത്തു. അത് ഏത് ഇസ്ലാമിക ഭീകരതയുടെ അധിനിവേശം കൊണ്ടാണ് നിങ്ങൾ അള്ളാഹു എന്ന് എഴുതി ചേർത്തത്? എടോ, കളവ് പറയുമ്പോൾ കുറച്ചൊരു മാന്യത വേണം. അത് താനൊരു ഈ പൊട്ടക്കണത്തിലെ തവളയുടെ മാതിരിയാണ്. ജനങ്ങൾക്ക് ഇതൊക്കെ അന്വേഷിക്കാനും അതേപോലെ തൻ്റെ കളവുകളൊക്കെ മനസ്സിലാക്കാനുള്ള വിവേകവും അതിനുള്ള സാഹചര്യങ്ങളും ഇന്ന് ലോകത്തുണ്ട്. നിനക്കൊരു ധാരണ, നിൻ്റെ ഈ പൊട്ടത്തരം പറയുന്നത് കേട്ടിട്ടാണ് ജനങ്ങളൊക്കെ അത് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നത്. എനിക്കൊരു ധാരണ ഉണ്ട്. തെറ്റാടോ? തർജ്ജമക്കാർക്ക് പറ്റിയ തെറ്റാണ്, അതിന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു മാത്രം. അപ്പോൾ തർജ്ജമക്കാർക്ക് പറ്റിയ തെറ്റൊന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ നമ്മുടെ ഫിലോക്കാലിയയുടെ ഈ മാരിയോ ജോസഫിനൊക്കെ കുറ്റം പറഞ്ഞ് വെറുതെ അദ്ദേഹത്തിൻ്റെ പേരിലും മണിക്കൂറുകൾ ഡിബേറ്റ് ചെയ്യാൻ തനിക്ക് സമയമുണ്ട്. തനിക്ക് കൂലിയും വേലൻ്റെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ മൗലാ കോഗ്നിഷനോട് നേരിട്ട് സംസാരിക്കാൻ തനിക്ക് വേലയും കൂലിയും ഇങ്ങനെ പല പ്രശ്നങ്ങളാണ്. നിനക്കൊരു ഓർഗനൈസ്ഡ് ആയിട്ട് മൗലാ കോഗ്നിഷനുമായിട്ട് ഡയറക്റ്റ് ഡിബേറ്റ് നേരിട്ട് ഓർഗനൈസ് ചെയ്യാൻ തനിക്ക് സമയമല്ല. അതുകൂടാതെ തൻ്റെ തന്നെ സഭകളിൽ പറ്റിയിട്ടുള്ള ഈ വൻ തെറ്റുകൾ, അതായത് യഹോവക്കൊരു ഖുറൈശി ജിന്നിൻ്റെ പേര് കൊടുത്ത് അത്രയും ഇതില്ലാത്ത നിങ്ങൾ തന്നെ പ്രൂവാണ്, തൻ്റെ തന്നെ സംസാരം പ്രൂവാണ്. നിങ്ങളുടെ സഭയിൽ ഹോളി സ്പിരിറ്റ് ഒരു മണ്ണാങ്കട്ടയും ഒരു കുതിരയില്ല എന്നുള്ളത് തൻ്റെ തന്നെ വർത്തമാനത്തെ തെളിവാണ്. കോവർക്കഴുതകളുടെ സഭകളാണ് നിങ്ങളുടെ സഭകളെന്ന് നീ തന്നെ തുറന്നു സമ്മതിച്ചു. കാരണം ഒരു ബൈബിൾ പോലും നേരാൻ വണ്ണം മറ്റൊരു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യാനും ആ ബൈബിളിന് തന്നെ അടിസ്ഥാന ആദർശങ്ങൾ പിടിച്ചുകൊണ്ട് അതിൽ കോട്ടം വരാതെ ഒരു ബൈബിൾ അറബിയിലേക്ക് തർജ്ജമ ചെയ്യാനുള്ള യോഗ്യതകൾ പോലും ഇല്ലാത്ത സഭകൾക്ക് എവിടെ നിന്നാണ് ഹോളി സ്പിരിറ്റ്? പിന്നെ മറ്റുള്ളവർ ഹോളി സ്പിരിറ്റ് ഉണ്ടോയെന്ന് സാധാരണക്കാർ പറയുന്നില്ല. സാധാരണ യൂണിവേഴ്സിറ്റികളിലൊക്കെയുള്ള പണ്ഡിതന്മാർ അവരൊക്കെ മതപരമായ വിഷയങ്ങൾ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്, അവരുടെ അക്കാഡമിക് ഇൻ്റലക്ച്വൽ സ്കില്ല് ഉപയോഗിച്ചിട്ടും. അപ്പോൾ അവരുടെ പോലെ നിലവാരമല്ലല്ലോ തൻ്റെ ഹോളി സ്പിരിറ്റിനും തൻ്റെ ചർച്ചുകൾക്കും എന്ന് നീ തെളിയിച്ചു തന്നതിന് വളരെയധികം നന്ദി. നമുക്ക് തൻ്റെ വോയിസ് തീർത്തും കേൾക്കാം, നമ്മുടെ മറുപടിയും കേൾക്കാം. കാരണം താൻ നേരിട്ട് ഡിബേറ്റ് മൗലാ കോഗ്നിഷനോട് ചെയ്യുന്നു. മൗലാ കോഗ്നിഷൻ ഒരു സംശയമുള്ള കാര്യമാണ്. താങ്കളും ഞാനും തമ്മിൽ ചർച്ച ചെയ്യേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ അല്ലാഹ് എന്നത് ദൈവമാണോ അത് വെറും ഒരു പ്രാകൃത ഗോത്രദേവന്റെ പേരാണോ? അത് നമുക്ക് ചർച്ച ചെയ്യാവുന്ന വിഷയമാണ്. താങ്കൾ അപ്പോൾ അത് ചർച്ച ചെയ്യാൻ മൂപ്പര് തയ്യാറാണ്. മൂപ്പര് തെളിയിക്കും എന്തെന്ന് അള്ളാഹ് എന്നറിയുന്ന പ്രാകൃത ഗോത്രദേവനാണ് മൂപ്പര് തെളിയിക്കും. പക്ഷെ അത് തെളിയിക്കുമ്പോൾ എന്താണ് തെളിയിക്കപ്പെടുന്നത്? ബൈബിളിനും ഈ എല്ലാ ക്രിസ്ത്യൻ സഭകൾക്കും തെറ്റുപറ്റിയെന്നും അവരൊരു ഗോത്ര പ്രാകൃത ദേവനെ എന്ത് ചെയ്തു? യഹോവയുടെ മുകളിൽ ചാർത്തി 1-ാം പ്രമാണവും 2-ാം പ്രമാണവും അവർ തെറ്റിച്ചു. അതായത് അതിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഉസാമ ബിൻ ലാദൻ്റെ പാസ്പോർട്ടിൽ ജോർജ് ബുഷിൻ്റെ പേര് എന്ന പരിപാടിയാണ് അവരെടുത്തത്. അതല്ലെങ്കിൽ ജോർജ് ബുഷിൻ്റെ പാസ്പോർട്ട് ഉസാമ ബിൻ ലാദന് കോപ്പിയടിക്കുന്ന പണി. അതാണ് നിങ്ങൾ ബൈബിളിൽ ചെയ്തത്. അതായത് അറബിക് പ്രാകൃത ജിന്ന് ദേവൻ ഗോത്രദേവൻ്റെ, അതായത് ഒരു ഡിമോണിക് സ്പിരിറ്റിൻ്റെ പേരും നാമം നിങ്ങൾ എന്ത് ചെയ്തു? യഹോവ എന്നുള്ള നാമം കളഞ്ഞ് ഇലോഹീം എന്നുള്ള നാമവും കളഞ്ഞ് അഡോണായി എന്നുള്ള നാമവും കഴിഞ്ഞ് ഹാഷിം എന്നുള്ള നാമവും കളഞ്ഞ് നിങ്ങൾ ആ പേര് ചാർജ് നിങ്ങളാണെന്ത് മരപ്പൊട്ടന്മാർ, തകൈകളും. അത് നീ തെളിയിച്ചു തന്നു. അപ്പോൾ നീ അള്ളാഹ് ഗോത്രദേവനാണെന്ന് തെളിയിക്കപ്പെടുന്നൊരു കാര്യമുണ്ട്. നിങ്ങളുടെ സഭകളുടെ അവകാശവാദങ്ങളെല്ലാം വെറും പുറംപൂച്ചാണ്, ജനങ്ങളെ പറ്റിക്കാനാണ്. നീ ഫോളോ ചെയ്യുന്ന സഭ അടക്കം, നീ സെബാസ്റ്റ്യൻ പുന്നക്കൽ പിന്തുടരുന്ന സഭയടക്കം വൈബിയച്ച സഭകളാണ്. കാരണം നിങ്ങളുടെ സഭാ നേതൃത്വത്തിന് അറബിയിലൊരു ബൈബിൾ കൊണ്ടുപോയി കേദാർക്കും അറബുകൾക്കും അറബ് ലോകത്തിനും തനതായ ആദർശവും തനതായ ദൈവത്തിൻ്റെ നാമം ഉൾക്കൊള്ളുന്നൊരു ബൈബിൾ നൽകാൻ കഴിയാത്ത സഭകളാണ് നിങ്ങൾ.
നിങ്ങളുടെ പരിശുദ്ധാത്മാവില്ല, സത്യമില്ല, നിങ്ങൾ ഭോഷ്കത്തരത്തിൻ്റെ ആളുകളാണെന്ന് തെളിയിച്ചു തന്നതിന് നന്ദി. അള്ളാഹു ഗോത്രദേവനാണെന്ന് പറയുന്നതോടെ സെബാസ്റ്റ്യൻ തെളിയിച്ച കാര്യങ്ങളാണത്. അതായത് ഇസ്ലാമിൽ നിന്നുള്ള ദൈവമാണ്, ദൈവത്തിൻ്റെ പേര് അറബികൾ ഈ ബൈബിളിൽ ഉപയോഗിച്ചു, അറബി ബൈബിളിൽ. അത് തെറ്റാണ്. ആ തെറ്റെന്ന് പറയുന്നത് ഖുറൈശികളുടെ ഗോത്രദേവൻ്റെ പേരവിടെ കൊടുത്തിരിക്കുന്നത്. അത് മഹാ തെറ്റാണ് എന്ന് സെബാസ്റ്റ്യൻ തെളിയിച്ചു കഴിഞ്ഞു. അതിന് ഡിബേറ്റ് ഉണ്ടാവും. അല്ലാതെ എന്നുള്ളത് അല്ലാത്തയുടെ വാപ്പയായിട്ട് ഖുറൈശികൾ ആരാധിച്ചിരുന്ന ദേവനാണോ അതോ ഏക സത്യദൈവമാണോ നമുക്ക് ചർച്ച ചെയ്യാം. അത് രേഖകളുടെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ അദ്ദേഹം അത് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ അത് ചർച്ച ചെയ്യേണ്ട ആവശ്യം നമുക്ക് തമ്മിലില്ല, ഞാൻ സെബാസ്റ്റ്യൻ തമ്മിലില്ല. കാരണം അദ്ദേഹം ഓൾറെഡി ആ ഒരു വിശ്വാസത്തിലെത്തിയ ആളാണ്. നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ വിഷയമല്ല. നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹ് എന്നുള്ള ഗോത്രദേവൻ്റെ പേര് ഉപയോഗിച്ച ഈ സഭകൾ പിന്തുടരാൻ നമ്മൾ ബാധ്യസ്ഥരാണോ എന്നാണ്. സെബാസ്റ്റ്യൻ്റെ അടക്കമുള്ള പെന്തക്കോസ് സഭകൾ, അതിൽ സത്യമുണ്ടോ, അതിൽ സാൽവേഷൻ, അതിലൂടെ ഒരാൾക്ക് സ്വർഗരാജ്യത്തെത്താൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ് വിഷയം. അപ്പം അത് തെളിയിക്കാനും കൂടിയും അത് അംഗീകരിച്ച സെബാസ്റ്റ്യനോടെ, അതായത് ബൈബിൾ ഇവരുടെ സഭകൾക്കൊക്കെ തെറ്റുപറ്റിയത്. അപ്പോൾ ആ ഒരു തെറ്റ് തിരുത്താൻ വരെ ഈ സഭകൾ ഇത്രയും കാലമായിട്ട് തയ്യാറാവാത്തത് ഭയങ്കര അത്ഭുതമാണ്. കാരണം ഇയാൾ പറഞ്ഞു വരുവാണല്ലോ, ഖുറൈശികളുടെ അതായത് മുസ്ലിം ഭീകരരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇവർ അറബിയിൽ അള്ളാഹ് എന്ന് ചേർത്തത്, ഈ ബൈബിൾ, അറബി ബൈബിൾ. അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങൾ അധിനിവേശം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അറബി ബൈബിൾ മാറ്റുകയുണ്ടേ. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം വരെ അവിടെ സ്ഥാപിച്ചു ഈ മിഡിൽ ഈസ്റ്റിൽ. ആ യഹൂദർ വരെ അവർ അറബിയിൽ എഴുതുന്ന ബൈബിൾ, അതായത് അറബിയിൽ അവർ പരിഭാഷപ്പെടുത്തുന്ന ബൈബിൾ അവരുപയോഗിക്കുന്നത് അള്ളാഹ് എന്നുള്ള പേരാണ്. അതേപോലെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഈ തെറ്റ് തിരുത്താൻ എന്ത് ചെയ്യുക, നിങ്ങൾ തയ്യാറായിട്ടില്ല. എന്തുകൊണ്ട് നിങ്ങൾ യഹോവയെ അങ്ങനെ കംപ്ലീറ്റ് ഒഴിവാക്കി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ സെബാസ്റ്റ്യൻ ഓൾറെഡി അംഗീകരിച്ചു കഴിഞ്ഞു. അതായത് അദ്ദേഹം ഡിബേറ്റ് ചെയ്യാൻ തയ്യാറല്ല നമ്മളെ വിഷയത്തിൽ. അള്ളാഹു ഗോത്രദേവനാണോ അല്ലയുള്ള അദ്ദേഹം ഡിബേറ്റ് ചെയ്യും. പക്ഷെ അള്ളാഹു ഗോത്രദേവനാണ് അദ്ദേഹം തെളിയിക്കുന്ന പക്ഷം, അതോടുകൂടി അദ്ദേഹത്തിൻ്റെ സഭകൾക്കൊക്കെ തെറ്റുപറ്റി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സഭകൾക്കൊക്കെ പല വിശ്വാസങ്ങളുണ്ടാവാം, ആ വിശ്വാസങ്ങളിലൊക്കെ ധാരാളം വ്യത്യാസങ്ങളുണ്ടാവാം. അപ്പോൾ ഇപ്പം ഞാൻ നടക്കുന്നത് കൊണ്ട് ലോങ് വോയിസ് റെക്കോർഡ് ചെയ്തപ്പോൾ മിസ്സായി. നമുക്ക് ധാരാളം വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഏത് സഭകളിലാണ് മോളേഴ്സിട്ടുള്ളത് ചർച്ച ചെയ്യാം, ഡിബേറ്റ് ചെയ്യാം. ഖുർആനിലെയും ഇസ്ലാമിലെയും ബൈബിളിലെയും യേശു ഒന്നാണെന്നുള്ള ചർച്ച ചെയ്യാം. അപ്പോൾ ഏതായാലും ഞാൻ റെഡിയാണ്. എനിക്ക് നിങ്ങളോട് നടക്കുമ്പോഴും ഒക്കെ ചർച്ച ചെയ്യാം. കാരണം നമ്മൾ ഫ്രീ മൈൻഡാണ്, ഫ്രീ സ്പിരിറ്റ്. ഞാനിപ്പോഴും ഇവിടെ റെഡിയാണ്. എനിക്കൊരു മോർണിംഗ് വാക്കിന് മുമ്പ് നിങ്ങളോട് ചർച്ച ചെയ്യാം. ഇപ്പോൾ തന്നെ ഞാനിപ്പോൾ ഒരു ചർച്ചിലൊരു പ്രൊട്ടസ്റ്റന്റ് ചർച്ചിലുള്ള പെന്തക്കോസ്റ്റൽ ചർച്ചിലുള്ളവരുടെ റേറ്റ് 1 മണിക്കൂർ ഇവിടെ നിന്ന് സംസാരിച്ചു. ടൗണിൽ വന്ന് അത് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചർച്ചകൾ. നമുക്ക് പ്രത്യേകിച്ചൊരു ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ള റൂമോ അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും ആവശ്യമില്ല. നിങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ റൂമിൽ ഇരുന്നുകൊണ്ട് പഴയ സിനിമയിലൊക്കെ ഉള്ളത് 1980s ഉള്ള ഫിലിമിൽ വില്ലനൊരു പ്രത്യേകതരം റൂമുണ്ടാവും, ഒരു പരുന്തൊക്കെ വെച്ചിട്ട്. ജയൻ്റെ ഒക്കെ സിനിമയിലുണ്ട്. അതേപോലുള്ളൊരു ജനങ്ങൾക്കിടയിലൊരു കോഗ്നിഷൻ, ഒരു ബ്രെയിൻ വാഷിംഗ് നടത്താൻ വേണ്ടി പ്രത്യേക രൂപത്തിൽ ചർച്ച ചെയ്യും. അതേപോലെ നിങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡിസൈപ്പിൾഷിപ്പ് അല്ലല്ലോ. യേശു പറഞ്ഞത് ജനങ്ങളിലേക്ക് പോയി സുവിശേഷം പറയാനാണ്, അല്ലാതെ അവരുടെ ഹദീസുകളോ ആയത്തുകളോ അവരുടെ ഈ ആചാരങ്ങളൊന്നും വിമർശിക്കാനോ ഡിബേറ്റ് ചെയ്യാനോ അല്ല. സുവിശേഷം പ്രഘോഷിക്കാനേ ജീസസ് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നിങ്ങളുടെ മരിയ ജോസഫിനൊക്കെ കുറ്റം പറയുമ്പോൾ അദ്ദേഹം അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ബൈബിളിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുക. മാരിയ ജോസഫ് 1% മാത്രമേ, 1% പോലും ഇസ്ലാമിക വിഷയങ്ങൾ പറയുന്നില്ല. നിങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിന്റെ തന്നെ സിംഹഭാഗവും ഇസ്ലാമിക വിഷയങ്ങളും അള്ളാഹുവിനെയും മുഹമ്മദിനെയും കുറിച്ച് പറയാനാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ചെലവഴിക്കുന്നത്. അത് പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? സഭ ഈ മാരിയ ജോസഫിന്റെ കുറ്റങ്ങൾ പറയുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇവർ മാരിയ ജോസഫൊക്കെ അള്ളാന്ന് പറയുന്നവർക്ക് വലിയ വിഷയമാക്കുന്ന ആളുകളാണ് ഈ സെബാസ്റ്റ്യനും ഈ ശിങ്കിടികളും. പക്ഷെ അവരവരുടെ ജീവിതത്തിൻ്റെ തന്നെ സിംഹഭാഗവും ചെലവഴിക്കുന്നത് ബൈബിൾ, ഖുർആനും ഹദീസും വായിക്കാനാണ്. അല്ലാതെ ബൈബിളും വായിക്കാനോ സുവിശേഷം പ്രസംഗിക്കാനോ ജനങ്ങളെ
ഈ വിശ്വാസികളാക്കാനല്ല സെബാസ്റ്റ്യൻ ശ്രമിക്കുന്നത്. സെബാസ്റ്റ്യൻ ശ്രമിക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ ശത്രുതയും ഭിന്നിപ്പും വരുത്താൻ, മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെ ഇടയിൽ ശത്രുതയും ഭിന്നിപ്പും ഭയവും വിദ്വേഷവും പകർത്താനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അതിനുവേണ്ടി അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട് മണിക്കൂറുകളോളം സമയം ചെലവഴിക്കുന്നു. അതേപോലത്തെ ഒരു 5-10 മിനിറ്റ് മാരിയോ ജോസിനെ പോലുള്ള ആളുകൾ ഒരു സാമൂഹിക നന്മ ഉദ്ദേശിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവർക്ക് ഭയങ്കര ഈഗോ പ്രോബ്ലമായി മാറുകയുന്നു, സെബാസ്റ്റ്യനെ പോലത്തെ ചെറ്റകൾക്കും. അപ്പം മാരിയോ ജോസഫിനെ ഇവർ ആക്രമിക്കുന്നു, അദ്ദേഹം 1-2 അറബി പദങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ. പക്ഷേ സെബാസ്റ്റ്യനും ശിങ്കടികളും മണിക്കൂറോളം കുത്തിർന്ന് ഖുർആനും ഹദീസുമാണ് ക്രിസ്ത്യാനികൾക്ക് പറഞ്ഞെടുക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത്തരം വൈരുദ്ധ്യാത്മകമായിട്ടുള്ള ഈ അവകാശങ്ങളാണ് സെബാസ്റ്റ്യൻ ഉന്നയിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ കണ്ണിലുള്ള വലിയ മരദണ്ഡിനെ കാണുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ സഹോദരൻ്റെ കണ്ണിലുള്ള ചെറിയ മുള്ളിനെ കാണുകയും അത് ഞാൻ എടുത്തു തരാമെന്ന് പറയുകയും ചെയ്യും. യേശു പറഞ്ഞിട്ടുണ്ട്, you cannot see the logs in your own eye, but you saying, telling your brother, let me remove the splinter from your eyes. അതാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ സെബാസ്റ്റ്യൻ യഥാർത്ഥ ഡിസൈപ്പിൾ ആണെന്നുള്ള നമ്മൾ ചർച്ച ചെയ്യും. നിങ്ങൾ മാരിയോ ജോസഫ് യഥാർത്ഥ ക്രിസ്ത്യാനിയാണോ ചർച്ച ചെയ്യുന്നത് പോലെ സെബാസ്റ്റ്യൻ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനാണോ, ഒരു ഡിസൈപ്പിൾ ആണോ എന്നുള്ള ചർച്ച ചെയ്യാം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മാരിയോ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണോ എന്നുള്ളത് ഇവർ ചർച്ച ചെയ്യുന്നത് പോലെ സെബാസ്റ്റ്യനും ശിങ്കടികളും യഥാർത്ഥ ക്രിസ്ത്യാനികളാണോ എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. അറബി ബൈബിളിൽ അള്ളാഹു എന്നുള്ള പേര് യഹോവയ്ക്ക് പകരം ഉപയോഗിച്ചവർ അവർ യഥാർത്ഥ ക്രിസ്ത്യാനികളാണോ എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. യഹോവയുടെ പേര് വെട്ടിമാറ്റി അള്ളാഹ് എന്ന് ബൈബിളിൽ ചേർത്ത ആളുകൾ പുതിയ ബൈബിളുകളിൽ, പണ്ടത്തെ ബൈബിൾ അവിടെ നിൽക്കട്ടെ അറബി നാടുകളിലുള്ള, നമ്മൾ ഇന്നത്തെ ബൈബിളിലേക്ക് വരും. ഇന്നത്തെ പെന്തക്കോസ്റ്റുകാരുടെയും പ്രൊട്ടസ്റ്റൻറ്റുകാരുടെയും ബൈബിളിൽ അള്ളാഹ് എന്ന് യഹോവയ്ക്ക് പകരം എഴുതിയ ആളുകൾ, അവരുടെ സഭകളും ഒക്കെ സത്യത്തിൻ്റെ വഴികളാണ് എന്നുള്ള ചർച്ച ചെയ്യാം. അതേപോലെ ഈ സെബാസ്റ്റ്യനെ പോലത്തെ ചെറ്റകളെ വിശ്വസിക്കുന്ന ക്രിസ്ത്യൻ സമൂഹം അവർ ചിന്തിക്കുക, ഞങ്ങൾ ഈ അള്ളാഹ് എഴുതിയ ഈ സഭകളെ പിന്തുടരണോ അതൊഴിവാക്കി സെബാസ്റ്റ്യനെ വിശ്വസിച്ച് അയാൾ പറയുന്നത് കേട്ട് സെബാസ്റ്റ്യൻ്റെ പിന്നാലെ പോകണോ എന്നുള്ളതും അവരും ഒരു തീരുമാനം എടുക്കുക. മറ്റുള്ള ഗ്രന്ഥങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറായിക്കോളും. ഏതാണ് സബ്ജക്റ്റ് വേണ്ടിയെന്ന്, ഹോളി സ്പിരിറ്റിൻ്റെ ആൾ ഏത് ചർച്ചിലാണ് ഹോളി സ്പിരിറ്റ് ചർച്ച ചെയ്യാം. ചർച്ച് ഡിവൈഡഡ് ആണല്ലോ. അപ്പോൾ ഏത് ചർച്ചുകാരത്താണ് ഹോളി സ്പിരിറ്റ് ഉള്ളത്? ഞാൻ പറഞ്ഞു, ഏത് ചർച്ചിലാണ് ഹോളി സ്പിരിറ്റ് ഉള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. പരിശുദ്ധാത്മാവ് ആരുടെ കൂടെയാണുള്ളത്? കത്തോലിക്കരുടെ കൂടെയാണോ, പ്രൊട്ടസ്റ്റൻറ്റുകാരുടെ കൂടെയാണോ, ഇനി അതല്ല പ്രൊട്ടസ്റ്റൻ്റ് തന്നെ പെന്തക്കോസ്റ്റുകാരുടെ കൂടെയാണോ എന്നുള്ളതൊക്കെ നമുക്ക് ചർച്ച ചെയ്യുക. ആരാണ് യഥാർത്ഥ യേശുവിൻ്റെ അനുയായി എന്നുള്ളതൊക്കെ വിഷയം അത് വേണമെങ്കിൽ അത് ഡിബേറ്റ് ചെയ്യാം. നമ്മൾ ഏത് വിഷയവും ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്, ബൈബിളും ഇസ്ലാമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാം. ഡിവൈഡഡ് ചർച്ചുകൾ ക്രിസ്തുവിൻ്റെ ചർച്ചാണോ എന്നുള്ളത് ചർച്ച ചെയ്യാം. ബൈബിളും ഭിന്നിച്ച ചർച്ചുകൾ അത് ക്രിസ്തുവിൻ്റെ തന്നെ സഭയാണ്. കാരണം ക്രിസ്തു പറഞ്ഞത്, എനിക്ക് മറ്റൊരു ചെമ്മരിയാടിൻ കൂട്ടമുണ്ട്, അവർ രണ്ടുപേരെയും ഞാൻ ഒരുമിച്ച് കൊണ്ടുവരും, ഒരു ആട്ടിൻ പറ്റവും ഒരു ഇടയനുമായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭിന്നിക്കപ്പെട്ട ചർച്ചുകൾ യേശുവിൻ്റെ സഭയാണ്. അതിൽ ഒരാൾക്ക് സാൽവേഷൻ, മുക്തി, മോക്ഷം, സ്വർഗരാജ്യത്ത് പ്രവേശിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഇവളെന്ത് പറയുന്നു, പൗലോസ്ലീഹ എന്ത് പറയുന്നു എന്നുള്ളത് ചർച്ച ചെയ്യാൻ പറ്റും. തയ്യാറായി അറിയിക്കും. ഈ പ്രൊട്ടസ്റ്റന്റ് ബൈബിളൊന്നും എഴുതിയ ആളുകൾ അമേരിക്കയിൽ നിന്നുള്ള അവർ ഇസ്ലാമിക ഭീകരതയുടെ ഈ അടിമത്തത്തിൽ കുടുങ്ങിയിട്ട് അല്ല അവർ അറബിക് ട്രാൻസ്ലേറ്റ് എഴുതി. എവിടെയും തെളിവില്ല നിങ്ങളുടെ ആരോപണങ്ങൾക്ക്. അതായത് ഇസ്ലാം ഈ മുസ്ലിങ്ങൾ സാധാരണ ഈ പറഞ്ഞ കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ്. അതായത് 1880കളിലും 1920കളിലും ഒക്കെ ബൈബിൾ അറബിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തവരിൽ മേലിൽ യാതൊരു ഇസ്ലാമിക ഭീകരതയില്ല. അപ്പോൾ അവർ വരെ ഉപയോഗിച്ചത് അള്ളാഹ് എന്നുള്ള പദമാണ്. അത് നമ്മൾ നേരത്തെ സംസാരിച്ചു, അതുകൊണ്ട് ആ വോയിസ് റിപ്പീറ്റ് ചെയ്യുന്നതിൽ അർത്ഥമല്ല. ഇനി നമ്മൾ പൊട്ടൻ സെബാസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കാം. സഹോദരന് കൂടുതൽ പിൻവലിക്കണം, അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിൻവലിക്കണം. താങ്കളും അഭിപ്രായം എല്ലാവരോടും കാണണം, എല്ലാവരോടും പറഞ്ഞു കേട്ടോ. അദ്ദേഹം പറയുന്നത് ഇതൊക്കെ പിൻവലിക്കണം എന്നാണ്. അതായത് നിർത്തിയ ബൈബിള്. ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു,
മറ്റേ വോയിസിൽ നിങ്ങളെന്താണ് നിങ്ങൾ എന്നോട് മുസ്ലിങ്ങളെയോ അല്ലെങ്കിൽ മാരിയോ ജോസഫിനെയോ കടന്നാക്രമിച്ചുകൊണ്ട് സമയം കളയാതെ നിങ്ങൾ ചെയ്യേണ്ട മിനിസ്ട്രി എന്താണ്, ഈ ക്രിസ്തുമത പ്രവർത്തനം എന്താണ്, നിങ്ങൾ നിങ്ങളുടെ പ്രൊട്ടസ്റ്റൻ്റ്, കത്തോലിക്ക, പെന്തക്കോസ്റ്റൽ, ഓർത്തഡോക്സ് സഭകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എത്രയും വേഗം അള്ളാഹ് എന്ന് എഴുതിയിട്ടുള്ള ബൈബിളുകൾ അത് ചർച്ചുകളിൽ നിന്നും ക്രിസ്ത്യൻ വീടുകളിൽ നിന്നും ബുക്ക് സ്റ്റാളുകളിൽ നിന്നും പിൻവലിച്ചുകൊണ്ട് യഹോവ എന്നുള്ള പേര് തിരുത്തി എഴുതിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കുറ്റസമ്മതം നടത്തി കുമ്പസരിക്കുക. അതായത് ഗോത്രദേവൻ്റെ പേര് യഹോവക്ക് കൊടുത്ത പുതിയ നിയമം ഈ പ്രമാണങ്ങൾ ലംഘിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ പശ്ചാത്തപിക്കാം. ക്രിസ്തുമതത്തിൽ എത്രയും സന്യാസിവര്യന്മാരും സയൻസൊക്കെ ഉണ്ടായിട്ടും അവരൊന്നും നിങ്ങളെ തിരുത്തിയില്ലേ? അതും ഒരു വലിയ സംഭവമാണ്. കാരണം ധാരാളം വിശുദ്ധരുണ്ടല്ലോ ക്രിസ്തുമതത്തിൽ, കുറേ നൂറ്റാണ്ടുകൾ മുതൽ ഇപ്പോൾ അടുത്ത് വന്ന വിശുദ്ധർ വരെ. ഉദാഹരണത്തിന് ഇപ്പോൾ സെയിൻറ്റ് ജോൺ ബെനഡിക്റ്റ്, സെയിൻറ്റ് ജോൺ പോള്, സെയിൻറ്റ് മദർ തെരേസ എന്ന ആധുനിക കാലഘട്ടത്തിൽ വന്ന സെയിൻറ്റ്, അതേപോലെ സെയിൻറ്റ് ഡോൺ ബോസ്കോ എന്നൊക്കെ പറയണം. പിന്നെ ഓർത്തഡോക്സുകാരുടെ സെയിൻറ്റുകൾ വേറെ, പിന്നെ ബോൺ അഗെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള മൊത്തം സെയിൻറ്റുകളായിട്ടുള്ള പ്രൊട്ടസ്റ്റന്റ് സഭക്കാർ മൊത്തം സെയിൻറ്റുകളാണല്ലോ. അവർ പറയുന്നത് അവരാണ് ബോൺ അഗെയിൻ ആയവരൊക്കെ സെയിൻറ്റ്സ് ഓഫ് ദ മോസ്റ്റ് ഹൈ, അത് ദൈവത്തിൻ്റെ സന്യാസിവാര്യന്മാരാണ്, ആത്മീയ ഗുരുക്കന്മാരാണെന്നാണ് അവരുടെ വിശ്വാസം. അപ്പോൾ ഇത്രയും സെയിൻറ്റുകൾ നിങ്ങളുടെ ചർച്ചിലുണ്ടായിട്ട് നിങ്ങൾക്ക് ഇത്ര കാലം കഴിഞ്ഞ 1400 വർഷം നിങ്ങൾക്ക് മനസ്സിലായില്ല ഈ ഖുറൈശികളുടെ വ്യാജദേവനാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അത് വലിയൊരു പാളിച്ചയാണ്, വലിയൊരു നിങ്ങളുടെ തന്നെ അവകാശവാദങ്ങളുടെ ക്രെഡിബിലിറ്റി, അതിൻ്റെ സാധുതയെ തള്ളുന്നതാണ്. അതായത് ഹോളി സ്പിരിറ്റ് ഉണ്ട്, സത്യസഭയാണ്, സത്യക്രിസ്ത്യാനിയാണെന്നൊക്കെ പറയുന്ന വാദങ്ങളെ ഖണ്ഡിക്കുന്നതാണ് നിങ്ങളുടെ തന്നെ ഈ പരാജയം. അതായത് ഒരു ഗോത്രദേവനെ യഹോവയാക്കി മാറ്റിയ നിങ്ങളുടെ ഈ കളി അത് ഇവിടെ ഒന്നും തീരുന്നില്ല സെബാസ്റ്റ്യ, നമ്മൾ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. അതെല്ലാം പിൻവലിക്കണം. കാര്യം ഈ ഖുറൈശി പേഗൻ ദേവന്റെ പേര് ക്രിസ്തീയ ട്രഡീഷൻ ഉപേക്ഷിച്ചിട്ടാണ് ക്രിസ്ത്യാനികൾ കൊണ്ടുവച്ചത്. അത് ഈ മുസ്ലിങ്ങളുടെ ഭീകരത പേടിപ്പിച്ചിട്ട്. കാര്യം മുസ്ലിങ്ങളെ ഭീകരത പേടിപ്പിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞു കേട്ടില്ലേ, മുസ്ലിങ്ങളെ ഭീകരത എവിടെയാണോ 20-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും. അമേരിക്കക്കാരും യൂറോപ്യൻസാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അമേരിക്കയിലും യൂറോപ്പിലും ഇരുന്നു കൊണ്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അറബി ബൈബിള്. ലെബനാനിൽ അവരും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അതേപോലെ യഹോവ എന്നുള്ള പേര് അറബി അല്ലാത്ത ബൈബിളിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ ക്രിസ്ത്യാനികൾ. അതിന് മുസ്ലിങ്ങൾ കുഴപ്പമുണ്ടാക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ അറബി ബൈബിളിൽ തന്നെ അള്ളാന്ന് വേണമെന്ന് ഏത് മുസ്ലിമാടാ ശടിക്കുക? മുസ്ലിങ്ങൾ പരമാവധി അള്ളാഹ് എന്നുള്ള ബൈബിൾ ഒഴിവാക്കാനാണ് നോക്കുക. കാരണം അവർക്ക് അള്ളാഹ് ത്രിയേകനാന്ന് അവതരിപ്പിക്കാൻ താല്പര്യമല്ല. ഈവൺ യഹൂദർ വരെ യഹോവ ത്രിയേകനാണെന്ന് പറയാൻ താല്പര്യമല്ല. അതുകൊണ്ടാണ് പുതിയ നിയമത്തിലെവിടെയും യഹോവ എന്നുള്ള പദമില്ലാത്തത്. നിങ്ങൾ അള്ളാഹ് എന്നുള്ള പേരില്ല എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പുതിയ നിയമത്തിൽ അള്ളാഹ് എന്നുള്ള പേര് മാത്രമല്ല, ഒറിജിനൽ മാനുസ്ക്രിപ്റ്റിൽ ഈ ഗ്രീക്ക് ബൈബിളിൻ്റെ ഒരു മാനുസ്ക്രിപ്റ്റിൽ എന്തില്ല, ഒറിജിനൽ 4 പുസ്തകങ്ങളിൽ 4 ഗോസ്പലുകളിൽ സുവിശേഷത്തിൽ എവിടെയും യഹോവ എന്നുള്ള പേര് പോലുമില്ല. എന്നിട്ടല്ലേ പിന്നെ അള്ളാഹു എന്നുള്ള പേര്. അത് മനസ്സിലാക്കാനുള്ള വക്രബുദ്ധിയിൽ തൻ്റെ തെളിയിന്ന് വെളിച്ച ലൈറ്റ് കത്തുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ താപത്തെ ലോഡ് ഷെഡിങ്ങിലാടാ സെബാസ്റ്റ്യൻ. നിന്റെ ശിങ്കിടികളും ലോഡ് ഷെഡിങ്ങിലാണ്, പവർ കട്ടിലാണ്. സ്പിരിച്വൽ പവർ ഈസ് ലോസ്റ്റ്. കാരണം നിങ്ങൾ അള്ളാഹ് മാത്രമേ പഠിക്കുന്നത്. പുതിയ നിയമത്തിൽ എവിടെയാ സെബാസ്റ്റ്യ യഹോവ എന്നുള്ളത്? അതൊന്ന് കാണിച്ചിട്ടുണ്ട് താൻ. എവിടെയോ മാനുസ്ക്രിപ്റ്റിൽ എവിടെയില്ല. അപ്പോൾ യഹോവ എന്ന് ഉപയോഗിച്ചില്ല പുതിയ നിയമത്തിൽ. അപ്പോൾ അതാരാ? യഹൂദരെ പേടിച്ചിട്ടാണ്. താൻ എന്താ വിളിച്ചറിയുന്നത്? കോമൺ സെൻസ്. യൂസ് യുവർ കോമൺ സെൻസ് സെബാസ്റ്റ്യൻ. സ്റ്റോപ്പ് ഫൂളിങ് പീപ്പിൾ. പീപ്പിൾ ആർ ഇൻ്റലിജൻറ്റ്. ന്യൂ ജനറേഷൻ, ദേ വിൽ തിങ്ക് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞില്ലെങ്കിൽ അവനെ എല്ലാം കൊല്ലണമെന്ന് മുഹമ്മദ് പറഞ്ഞപ്പോൾ അത് കേട്ടു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞില്ലെങ്കിൽ എല്ലാവരെയും കൊല്ലണമെന്ന് മുഹമ്മദ് എവിടെയും പറഞ്ഞിട്ടില്ല. അതും നമ്മൾ ഈ മന്ദബുദ്ധിക്ക് പറഞ്ഞു കൊടുത്തു. സുനൻ അബൂദാബിലൊക്കെ ഹദീസുണ്ട്. എന്തെന്ന് ഒരു ഖുറൈശി ആയിട്ടുള്ള പാഗൻ മുഹമ്മദ് നബിയുടെ അടുത്തു നിന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളിവിടെ ജിഹാദിന് വരുന്നുണ്ടെന്ന്. മുഹമ്മദ് നബി അദ്ദേഹത്തെ മടക്കി അയച്ചു. കാരണം അദ്ദേഹത്തിന് മുസ്ലിങ്ങളെ അനന്തരാവകാശം എടുക്കാൻ പറ്റില്ല, മുസ്ലിങ്ങളിൽ നിന്ന് അനന്തരാവകാശം സ്വീകരിക്കാനും പറ്റില്ല. മുസ്ലിങ്ങൾക്ക് അയാളിൽ നിന്ന് അനന്തരാവകാശമായിട്ട് അയാൾ നേടിയെടുക്കുന്ന യുദ്ധം മുതൽ എടുക്കാനും പറ്റില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? അദ്ദേഹത്തെ തിരിച്ചയക്കുകയുണ്ട്. അല്ലാണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്തവരൊക്കെ കൊല്ലാൻ ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആദ്യം കൊല്ലപ്പെടുന്നത് ആ ബഹുദൈവ വിശ്വാസി തന്നെയല്ലേ. നബിയുടെ അടുക്കൽ സൈന്യത്തിൽ ചേരണം എന്ന് പറഞ്ഞ് വന്ന്
ബഹുദൈവ വിശ്വാസി തന്നെയല്ലേ ആദ്യം കൊല്ലപ്പെടുക. കാരണം അദ്ദേഹം തിരിച്ചുപോയി മറ്റേ സൈന്യത്തിൽ ജോയിൻ ചെയ്താൽ കുഴപ്പമാവും. ഇനി അതല്ല, അദ്ദേഹത്തെ കൊണ്ട് യുദ്ധത്തിന് പോയി അയാളെ മുന്നിൽ നിർത്തിയാൽ യാതൊരുവിധ അധ്വാനമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ അല്ലാതെ അദ്ദേഹം കൊല്ലപ്പെട്ടാൽ ഒരു പാഗൻ ബഹുദൈവ വിശ്വാസിയോട് കൊല്ലപ്പെട്ടു എന്ന് മുഹമ്മദ് നബി ചിന്തിക്കില്ലേ? നിങ്ങളല്ലേ പറയുന്നത് മുഹമ്മദ് നബി വളരെ കൗശലക്കാരനാണ്, അദ്ദേഹം ഇതൊക്കെ ചെയ്തെന്ന് പറയുന്ന മുഹമ്മദ് നബി അദ്ദേഹത്തെ തിരിച്ചയക്കുകയാണ് ചെയ്തത്. അതാണ് മാനുഷികത. യുദ്ധം എന്ന് പറയുന്നത് രണ്ട് ശത്രു സമൂഹങ്ങൾ തമ്മിൽ അന്നുണ്ടായിരുന്ന യുദ്ധങ്ങളാണ്. അതിനർത്ഥം എല്ലാവരും ആ യുദ്ധത്തിൽ എതിരാളികളല്ല, എല്ലാ പാഗൻസും എതിരാളികളല്ലായിരുന്നു. അത് മനസ്സിലാക്കണം. എല്ലാ യഹൂദരും എതിരാളികളല്ലായിരുന്നു, എല്ലാ ക്രിസ്ത്യാനികളും എതിരാളികളല്ലായിരുന്നു. ക്രിസ്ത്യൻ രാജ്യങ്ങൾ വരെ യുദ്ധങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട്. അവരെല്ലാ ക്രിസ്ത്യാനികളും എതിരാളികളല്ലായിരുന്നു. റഷ്യയും യൂറോപ്പും തമ്മിൽ വേൾഡ് വാർ നടന്നിട്ടുണ്ട്. റഷ്യക്കാർ ക്രിസ്ത്യാനികളാണ്, യൂറോപ്യൻസ് ക്രിസ്ത്യാനികളായിരുന്നു. ഇപ്പോൾ ഈ യുദ്ധവും അതേപോലെയുള്ള സാമൂഹികവും രാഷ്ട്രീയമായ പ്രശ്നങ്ങളും മതത്തെ കലക്കിക്കൂട്ടി ആശയക്കുഴപ്പം വരരുത്. പക്ഷെ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ മതത്തിൻ്റെ ആളുകൾ എന്ത് ചെയ്യും? മതം എന്താണോ പറയുന്നത് ആ പ്രിൻസിപ്പിളിനനുസരിച്ച് യുദ്ധം ചെയ്യും. അതാണ് മുസ്ലിങ്ങൾ ചെയ്തത്. അല്ലാതെ ഇസ്ലാം യുദ്ധം പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ടല്ല. മുസ്ലിങ്ങൾക്കെതിരെ അക്രമം വന്നപ്പോൾ ഇസ്ലാം എങ്ങനെയാണോ യുദ്ധം ചെയ്യാൻ കൽപ്പിച്ചത്, എന്തൊക്കെ അനുവദിച്ചിട്ടുണ്ട്, എന്തൊക്കെ അനുവദിച്ചിട്ടില്ല ഒരു യുദ്ധത്തിൽ, അതനുസരിച്ച് മുസ്ലിങ്ങൾ യുദ്ധം ചെയ്തു. അതാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടാം ഖലീഫ ഉമറിൻ്റെ അടുക്കൽ ഒരു പട്ടുവസ്ത്രം ലഭിച്ചു. അപ്പോൾ മുഹമ്മദ് നബി അദ്ദേഹത്തോട് അത് ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഉമർ എന്താ ചെയ്തത്? ആ പട്ടുവസ്ത്രം തൻ്റെ ബഹുദൈവ വിശ്വാസിയായ ബന്ധുവിന് നൽകിയ ചെയ്തത്. അപ്പോൾ ഹദീസും ഖുർആനൊക്കെ തേച്ചും പഠിക്കാനടോ മിസ്റ്റർ പുന്നക്കലെ, ഫിലിപ്പോസ് പുന്നക്കൽ, സെബാസ്റ്റ്യൻ പുന്നക്കൽ ഫിലിപ്പ്, നീ വെറുതെ ഇങ്ങനെ ഊരിയിട്ടത് കൊണ്ടോ പട്ടിയുടെ മാതിരി കുരച്ചത് കൊണ്ടോ എന്ത് ചെയ്യില്ല. സത്യമല്ലാതാവില്ല. അതേപോലെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് വിഡ്ഢികളെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? വഴിതെറ്റിക്കാൻ പറ്റും, അവരെ കൺഫ്യൂസ് ചെയ്യാൻ പറ്റും, അവരെ ഉപയോഗിച്ച് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, വർഗീയതയും വിദ്വേഷവും പടർത്താൻ പറ്റും. ഇന്ത്യയിൽ നിന്നും ബ്രാഹ്മണനാണ് മുഹമ്മദ് നബിയുടെ ഗ്രാൻഡ് സൺ, മകളുടെ മകൻ ഇമാം ഹുസൈന് വേണ്ടി യുദ്ധം ചെയ്യാൻ ഇന്ത്യയിൽ നിന്ന് ബ്രാഹ്മണ സമൂഹമാണ് ഒരു റെജിമെൻ്റായിട്ട് പോയത്. പ്രശസ്ത ബോളിവുഡ് നടൻ സഞ്ജയ് ദത്തൊക്കെ ആ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അതായത് ഹുസൈനി ബ്രാഹ്മൺ എന്നാണ് അവരെക്കുറിച്ച് പറയുക. അതൊക്കെ താനൊന്ന് എടുത്ത് വായിച്ചു നോക്കും. അപ്പോൾ സെബാസ്റ്റ്യൻ പുന്നക്കൽ തിരുമേനി മണ്ട ഞാൻ തന്നോട് വീണ്ടും പറയാണ്. അപ്പം ഇമാം ഹുസൈന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ പോയത് ആരാണ്? ഇന്ത്യയിലുള്ള ബ്രാഹ്മണരാണ്. അപ്പോൾ ബൗദ്ധവിശ്വാസികളെ കൊല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇമാം ഹുസൈൻ കൊല്ലിയ ബ്രാഹ്മണരല്ലേ. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോയ ആളുകളാണ് ഹുസൈനി ബ്രാഹ്മൺ എന്ന് പറയുന്ന ആളുകൾ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഹുസൈനി ബ്രാഹ്മിൺസ് അവർ യുദ്ധം ചെയ്യാനും ഇമാം ഹുസൈൻ, മുഹമ്മദ് നബിയുടെ പൗത്രൻ ഇമാം ഹുസൈൻ, അദ്ദേഹത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോയി. അപ്പോൾ അദ്ദേഹം യുദ്ധം ചെയ്യുന്ന ആർക്കെതിരെയാണ്? ഖുറൈശികളായിട്ടുള്ള ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള യസീദിൻ്റെ അനുയായികൾക്കെതിരെ യുദ്ധം ചെയ്യാൻ മുഹമ്മദ് നബിയുടെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയാണ് ബ്രാഹ്മണർ അങ്ങോട്ട് പോയത്. അപ്പം ഇതൊക്കെയാണ് ഹദീസുകൾ. അതായത് പാഗൻസ് ആയിട്ടുള്ള ഉമ്മമാർക്കുള്ള ആളുകൾ നബിയുടെ അടുക്കൽ വന്നു. അപ്പോൾ അവർ ചോദിച്ചു, ഞാൻ എൻ്റെ മാതാവിനോട് കരുണ കാണിക്കട്ടെ. അപ്പം നബി പറഞ്ഞു, അതെ, ട്രീറ്റ് ഹെർ കൈൻഡ്ലി. സഹീ മുസ്ലിം 1003 B ഹദീസുകളൊക്കെ മനസ്സിലാക്കി. എന്തെങ്കിലും പൊട്ടത്തരം വിളിച്ചു അറിയല്ലേ സെബാസ്റ്റ്യൻ? അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്തവരൊക്കെ കഴുത്തറുത്ത് കൊല്ലാൻ മുഹമ്മദ് നബി പറഞ്ഞിട്ടെന്നുള്ള ശുദ്ധ നുണ വിളിച്ചു പറയുന്ന ഈ തെമ്മാടിയെ മുസ്ലിങ്ങളും ബഹിഷ്കരിക്കുക. കാരണം ഇയാൾ സത്യമില്ല. അതായത് കുറച്ചൊരു ഡീസൻസിയും മാന്യതയും സത്യവും അതേപോലെ തന്നെ കുറച്ചൊരു ഹോണസ്റ്റി വിശ്വാസ്യതയൊക്കെ ഉള്ള ആളുകളല്ലേ നമ്മൾ ഡിബേറ്റ് ചെയ്യാനും അതേപോലെ ചർച്ചകൾക്ക് ക്ഷണിക്കുകയും ആദരിക്കുകയോ ചെയ്യേണ്ടി. അതൊന്നുമില്ലാത്ത ക്രിമിനലുകളെയും കള്ളന്മാരെയും ആരെങ്കിലും ആദരിക്കും. അപ്പോൾ അതേപോലെ കള്ളന്മാരെ നിങ്ങൾ ആദരിക്കുന്നില്ലെങ്കിൽ, അഴിമതിക്കാരെ നിങ്ങൾ ആദരിക്കുന്നില്ലെങ്കിൽ, സെബാസ്റ്റ്യനെ നിങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹം മതഗ്രന്ഥങ്ങൾ അഴിമതി നടത്തുന്ന ആളാണ്. അദ്ദേഹം ബൈബിളിനെ കുറിച്ച് അഴിമതി നടത്തുന്നു. ബൈബിളിൽ അറബിയിലേതി എല്ലാ സഭകൾക്കും അതിൻ്റെ പണ്ഡിതന്മാർക്കും പിഴച്ചുപോയി തെറ്റുപറ്റിയെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. അതേപോലെ ഖുർആനും ഹദീസും വളച്ചൊടിച്ചുകൊണ്ട് അദ്ദേഹം ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ അഴിമതി നടത്തുന്നു. അപ്പോൾ അഴിമതിക്കാരെക്കുറിച്ച് നിങ്ങൾ പ്രത്യേകിച്ചൊരു ബഹുമാനോ ആദരവോ കാണിക്കേണ്ട ആവശ്യമില്ല. അത് വഹാബികളായാലും സെബാസ്റ്റ്യൻ പുന്നക്കലായാലും ആരായാലും.
കേട്ട് മേടിച്ച ക്രിസ്ത്യാനികൾ അവരുടെ ദിമ്മികളായിട്ട് താമസിച്ച കാലത്താണ് ഈ തർജ്ജമകൾ ഉണ്ടാകുന്നത്. അല്ലാതെ ഈ ക്രിസ്ത്യാനികൾ ദിമ്മികളാഴ്ച കാലത്തുണ്ടാക്കിയാണ് ബൈബിൾ പരിഭാഷ എന്നാണ് അദ്ദേഹം പറയുന്നത്, അറബി ബൈബിൾ. ഇൻഡിപെൻഡന്റ് ഫ്രീ വേൾഡിലുണ്ടായ തർജ്ജമകളൊന്നും അല്ല ഇത്. മോഡേൺ അറബിക്കിലേക്ക് തർജ്ജമകളെല്ലാം വന്ന ആ കാലത്താണ്. പിന്നീട് അപ്പം മോഡേൺ വേൾഡിലുണ്ടായ തർജ്ജമകളല്ല. അപ്പം മോഡേൺ വേൾഡിൽ നിങ്ങൾ ദിമ്മികളല്ലല്ലോ. ദിമ്മികളല്ലാത്ത, അതായത് ഇസ്ലാമിൽ അടിമത്തത്തിൽ കഴിയാത്ത നിങ്ങൾ എന്തുകൊണ്ട് ഇന്നും അറബി ബൈബിളിൽ അള്ളാഹ് എന്ന് ഉപയോഗിക്കുന്നത്? അതാണ് പ്രശ്നം. പിന്നീട് ആ പഴയ തർജ്ജമയുടെ പുറകെ പിടിച്ചാണ് പിൽക്കാല തർജ്ജമകളെല്ലാം വരുന്നത്. അത് തർജ്ജമകളിലല്ല. അപ്പോൾ പഴയ കാലത്തിൻ്റെ പുറകെ ചുവട് പിടിച്ചാണ് പുതിയ തർജ്ജമകൾ വന്നതെന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾ കുറേ കോമാളിത്തരം കാണിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ. റിഫോർമേഷൻ എന്നൊക്കെ പറഞ്ഞ് പ്രൊട്ടസ്റ്റിൻ്റെ ധാരാളം റിഫോർമേഷനുകളും കൗണ്ടർ റിഫോർമേഷനുകളും എത്ര നടന്നു. പക്ഷെ ഇത്രയും വലിയൊരു അബദ്ധം നിങ്ങൾക്ക് തിരുത്താൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഈ സഭകൾ ഉപേക്ഷിക്കേണ്ട സമയം അതിക്രമിച്ചു, മിസ്റ്റർ പുന്നക്കൽ പിന്നക്ക. ബൈബിൾ എഴുതിയ കാലത്ത് മുഹമ്മദ് ജനിക്കുന്നതിന് 1000 വർഷം മുന്നേ 1600 വർഷം മുന്നേ, ഏകദേശം 2000 വർഷം മുന്നേ മോശ തൗറാത്ത് എഴുതിയപ്പോൾ ഇല്ലാത്ത അള്ളാഹ് എന്ന് പറയുന്ന ഈ ദേവൻ, ബൈബിളിലില്ലാത്ത സൃഷ്ടാവല്ലാത്ത ഈ അള്ളാഹ് എന്ന് പറയുന്ന പേഗൻ ദേവൻ, മോശ എഴുതി 2000 വർഷങ്ങൾക്ക് ശേഷം മുഹമ്മദിന്റെ ബാപ്പ. അപ്പോൾ മോശ ബൈബിൾ എഴുതിയെന്നാ പറയുന്നത്. ഏത് ബൈബിളാണോ മോശ എഴുതിയ? അതൊന്ന് എനിക്ക് കൊണ്ട കാണിച്ചിട്ടുണ്ടോ? ഞാനൊന്ന് വായിക്കട്ടെ. മോശ എഴുതിയ ബൈബിൾ നീ ഒന്ന് കൊണ്ടെത്താ. എനിക്കൊന്ന് വായിക്കാൻ താല്പര്യമുണ്ട്. നീ ആരോടാ പറയുന്നത്? നീ എന്താ സംസാരിക്കുന്നത്? ഇത് കേൾക്കുന്നവർ മണ്ടന്മാരാണ്. മോശയാണോ തൗറാത്ത് എഴുതിയത്? ഇന്നുള്ള തൗറാത്ത്, ഇന്ന് ക്രിസ്ത്യാനികളിലുള്ള തൗറാത്ത്, അതായത് പഴയ നിയമത്തിലുള്ള ആദ്യത്തെ 4 പുസ്തകങ്ങൾ, 5 പുസ്തകങ്ങൾ, ഉൽപ്പത്തി, പുറപ്പാട്, നമ്പേഴ്സ്, സംഖ്യ, അതേപോലെ മറ്റേ ലെവിറ്റിക്കസ്, ലേവ്യന്മാർ, സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകം എന്ന് പറയുന്ന ഈ പുസ്തകങ്ങൾ എഴുതിയത് ഇന്നുള്ള ബൈബിളുള്ളത് മോശ എഴുതിയ പുസ്തകമാണെന്ന് ഒരു ക്രിസ്ത്യൻ പണ്ഡിതനും അവകാശപ്പെടുന്നില്ല, ഒരു ബൈബിൾ യഹൂദ പണ്ഡിതനും അവകാശപ്പെടുന്നില്ല. ഇന്നത്തെ ഡിയോട്രോണമിക്കൽ പുസ്തകങ്ങൾ, അതായത് ആദ്യത്തെ പുസ്തകങ്ങൾ ബൈബിളിലുള്ള ഉൽപ്പത്തി മുതൽ ആവർത്തന പുസ്തകം വരെയുള്ള പുസ്തകങ്ങളും ബൈബിളിലുള്ള മറ്റു പല പുസ്തകങ്ങളും പിന്നീട് വന്നിട്ടുള്ള സ്ക്രൈബ്സ് അവർ വീണ്ടും എഴുതിയുണ്ടാക്കിയതാണെന്നാണ് പറയുന്നത്. അതായത് മോശയുടെ അടുക്കൽ നിന്ന് നേരിട്ട് ആരും എഴുതിയിട്ടില്ല, മോശ എഴുതിയിട്ടില്ല. ആവർത്തന പുസ്തകത്തിൻ്റെ അവസാനം മോശ മരിക്കുന്നതും മോശയെ കവറടക്കുന്ന കാര്യങ്ങളും ഒക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ കൂടാതെ പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് മോശയുടെ അന്ന് മുതൽ പിന്നെ ഇസ്രായേൽ പുതിയൊരു പ്രവാചകനും മോശയെപ്പോലെയുള്ളൊരു പ്രവാചകൻ പിന്നെ ഇസ്രായേൽ വന്നിട്ടേ ഇല്ലയെന്ന് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതാരെഴുതിയതാണ്? മോശ എഴുതിയാണ്. മോശയുടെ മരണശേഷം ധാരാളം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ഒരാൾ മനസ്സിലാക്കി ചെയ്യുന്നത് ഇതുവരെ മോശയെപ്പോലെ ഒരു പ്രവാചകൻ ഇവിടെ വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ അയാൾ ആ വചനം കൂടി അതിൽ കൂട്ടിച്ചേർക്കുകയുന്നു. സിൻസ് ദെൻ ദർ വാസ് നോ പ്രോഫറ്റ് ഇൻ ഇസ്രായേൽ ഹു വാസ് ലൈക്ക് മോസസ്. ഇത് ആവർത്തന പുസ്തകം 32-ാം അധ്യായമാണ്. ഡിയോട്രോണമി ആവർത്തന പുസ്തകത്തിൽ മോശയുടെ മരണമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സ്ഥിതി. മോശയുടെ മരണം മുതൽ പിന്നീട് നൂറ്റാണ്ടുകളോളം ഇസ്രായേൽ മോശയെപ്പോലെ ഒരു പ്രവാചകൻ, ദൈവത്തിനോട് മുഖാമുഖം സംസാരിച്ചൊരു പ്രവാചകൻ വന്നിട്ടില്ല എന്ന്. മോശയ്ക്ക് ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ധാരാളം പ്രവാചകന്മാർ വന്നിട്ടുണ്ടാവും. അപ്പം ഇയാളെ നോക്കുകയാണ്, ഈ ഡിയോട്രോണമി ആവർത്തന പുസ്തകം ഇയാളെങ്ങനെ നോക്കുകയാണ്, ചരിത്രത്തിലേക്ക് നോക്കുകയാണ് ഇസ്രായേലികളുടെ. അപ്പം അദ്ദേഹം എന്നിട്ട് ആശ്ചര്യത്തോടുകൂടി എഴുതുകയാണ് ഇവിടെ. അന്ന് മുതൽ, അതായത് മോശ മരണപ്പെട്ടത് മുതൽ ഈ പുസ്തകം എഴുതുന്നവരെ ഒരൊറ്റ പ്രവാചകൻ ഇസ്രായേലിൽ വന്നിട്ടില്ല. അപ്പോൾ ധാരാളം പ്രവാചകന്മാരെ കാലഘട്ടത്തിന് ശേഷം, മോശയ്ക്ക് ശേഷം ധാരാളം പ്രവാചകന്മാരെ കാലഘട്ടത്തിന് ശേഷമാണ് ആവർത്തന പുസ്തകം തന്നെ പൂർണ്ണമാക്കുന്നത്. അത് രാമായണമൊക്കെ എങ്ങനെയാണ്? രാമായണമൊക്കെ പല കാലഘട്ടങ്ങളിൽ എഴുതി കൂട്ടിച്ചേർത്ത് അതങ്ങനെ മുന്നോട്ട് പോകണം. ഭവിഷ്യപുരാണം അതേപോലെയാണ്, കുറേ കാലം അങ്ങനെ എഴുതി ഓരോ കാലഘട്ടത്തിലുള്ള സംഭവങ്ങളെ പ്രൊഫസിയായിട്ട് മാറ്റി എഴുതി അതിങ്ങനെ ഒരു വലിയ പുസ്തകമായി മാറുക ചെയ്തത്. അത് പണ്ഡിതന്മാരൊക്കെ അംഗീകരിക്കുന്നതാണ്. ഈ ലിംഗ്വിസ്റ്റിക് ആന്ത്രപ്പോളജി, അതേപോലെ ഹിസ്റ്റോറിയൻസൊക്കെ അംഗീകരിക്കുന്ന കാര്യങ്ങളാണത്. ഇത്തരം മാറ്റങ്ങൾ ഈ ബൈബിളിൽ വന്നിട്ടുണ്ട്, അത് മനസ്സിലാക്കുക. അല്ലാതെ മോശയെ ബൈബിൾ എഴുതി അതിൽ അള്ളാഹ് എന്നുള്ള പദമല്ല. ബൈബിളിൽ യഹോവ എന്നുള്ള പദം 1-ാം അധ്യായത്തിലല്ല, ഉൽപ്പത്തിയിൽ. അതിൽ ഇലോഹീം എന്നാണുള്ളത്.
യഹോവയൊക്കെ പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഖുറേഷി ആയിരുന്ന അബ്ദുള്ളക്ക് പേര് വരാൻ കാരണമായ പേഗൻ ദൈവങ്ങളിൽപ്പെട്ട ലാത്തയുടെ വാപ്പയായ യള്ള പെട്ടെന്നൊരു ദിവസം ഏകദൈവമായി മാറിയിട്ട് ട്രിക്ക് മനസ്സിലാക്കണമെങ്കിൽ മുഹമ്മദിന്റെ ഒരൊറ്റ ഡയലോഗ് മതി. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാത്തവരെ നിങ്ങൾ കൊല്ലുക എന്നുള്ള. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാത്തവരെ നിങ്ങൾ കൊല്ലുക എന്ന് എവിടെയുമില്ല. ദിമ്മികൾ എന്നുള്ള ആശയം തന്നെ വന്നത് എങ്ങനെയാണ്? കൊല്ലാനാണോ? അല്ല. അതായത് ഇസ്ലാമിൽ ജിസിയൻ്റെ ആവശ്യമുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാത്തവരൊക്കെ കൊല്ലാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇസ്ലാമിൽ ഇസ്ലാം മത വിശ്വാസികളല്ലാത്തവർ മുസ്ലിം രാജ്യത്ത് ജീവിക്കുമ്പോൾ പിന്നെ ജിസിയ കൊടുത്ത് അവിടെ ടാക്സ് കൊടുത്ത്, അതായത് ഇൻഷുറൻസ് കൊടുത്ത് ജീവിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്തെങ്കിലും കളവ് വിളിച്ചറിയാണ് ഇത് കേട്ട് വിശ്വസിക്കാൻ കുറേ മണ്ടശിരോമണികളും. കേരളം പിന്നെ ഭ്രാന്തലയാണല്ലോ. സ്വാമി വിവേകാനന്ദൻ എങ്ങനെയാണ് പറഞ്ഞത്, അതൊന്ന് കുറച്ചുകൂടി ഭ്രാന്ത് കൂടിയിട്ടേ ഉള്ളൂ. സെബാസ്റ്റ്യനെ പോലത്തെ ആളുകൾ കടന്നു വന്നപ്പം ഭ്രാന്തിൻ്റെ ഭ്രാന്താലയത്തിൽ ആളുകളുടെ എണ്ണം കുറച്ച് കൂട്ടിത്തന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഈ ദിമ്മികൾ കോൺസെപ്റ്റ് എന്തിനാണ് ഇസ്ലാമിൽ? ജിസിയ നികുതി എന്തിനാണ്? അതായത് അവിശ്വാസികളൊക്കെ കൊന്നുകളയാലാണ് മുഹമ്മദ് കൽപ്പിച്ചതെങ്കിൽ എന്ത് പൊട്ടത്തരാണോ താൻ വിളിച്ചു പറയുന്നത്? തനിക്ക് നാണോ മാനമില്ലേ? അതില്ലാതെ നീ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. കാരണം നീ ഡിബേറ്റിന് വരില്ല, നിനക്ക് തന്നെ നല്ലോണം അറിയാം. അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞു. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത് വരെ യുദ്ധം ചെയ്യാനല്ല. അത് ആളുകൾ പറയാത്ത ആൾ, ബധിരനോ മൂകനൊക്കെ എന്ത് ചെയ്യും? സംസാരിക്കാൻ പറ്റാത്ത ആൾ, ലാ ഇലാഹ ഇല്ലല്ലാ കേൾക്കാൻ പറ്റാത്ത ആളോട് യുദ്ധം ചെയ്യില്ല. അപ്പം ഇതൊരു ടിപ്പിക്കൽ ഈ ലിറ്ററലിസ്റ്റ് മൈൻഡ് സെറ്റുള്ള പ്രൊട്ടസ്റ്റന്റ് സഭക്കാരുടെ, അതായത് അവർ സോളാ സ്ക്രിപ്ചർ, അതായത് സ്ക്രിപ്ചർ മാത്രം എഴുതി വെച്ചതിൻ്റെ അർത്ഥത്തിനപ്പുറം അർത്ഥം മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരുടെ സഭകളിൽ നിന്നും വരുന്ന ആളുകൾ, അവരുടെ ഒരു തെറ്റിദ്ധാരണയാണത്. ക്രിസ്ത്യാനികളെയും യഹൂദരെയും കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞത്? അവരിൽ എല്ലാവരും മോശക്കാരല്ല, അവരിൽ ദൈവത്തെ ആരാധിക്കുന്നവരും സ്തുതിക്കുന്നവരുണ്ട്. അവർ സച്ചരിതരായ ആളുകളുടെ റാങ്കിലാണ്, അതായത് റൈറ്റസ്നെസ്സിൻ്റെ റാങ്കിലാണെന്നാണ്. അബ്രഹാമിനെ പോലെയൊക്കെയുള്ള നന്മയുടെ ആളുകളുടെ സ്ഥാനമാണ് യഹൂദർക്കും ക്രിസ്ത്യാനികൾക്കുള്ളത്. ക്രിസ്ത്യാനികളാണ് മുസ്ലിങ്ങളോട് അടുത്ത് വരുന്നത്. ഖുർആനിൽ 5-ാം അധ്യായത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം അതിനൊക്കെ ഘടകവിരുദ്ധമായാണ് സെബാസ്റ്റ്യൻ്റെ തിയറി കൊണ്ടുവരുന്നത്. അത് അയാൾക്ക് മനസ്സിലാകുന്നില്ല, അയാളെ കേൾക്കുന്നവരോ ഈ അന്ധനെ അന്ധമായി പിന്തുടരുക ചെയ്യുന്നത്. സെബാസ്റ്റ്യൻ എന്ന ഈ മരമണ്ടന്. അപ്പോൾ സഹോദരന് കൂടുതലും സംശയമുണ്ട്. എൻ്റെ ലൈവ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് വന്നാൽ മതി. താങ്കളുടെ 3-4 മിനിറ്റുള്ള ഓഡിയോ കേൾക്കാനുള്ള സമയം എനിക്കില്ല. അങ്ങനെ സമയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ താങ്കൾ അവർക്ക് ഓഡിയോ അയച്ചു കൊടുത്തോളൂ, അവർ കേട്ടോളും. എനിക്ക് അതിനുള്ള സമയമില്ല. അതുകൊണ്ട് എപ്പോഴെങ്കിലും ഏതെങ്കിലും ക്ലബ് ഹൗസ് ലൈവ് പ്രോഗ്രാമിൽ വന്ന് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ, നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇയാൾ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അവസാനം. അയാൾക്ക് ഞാൻ പറഞ്ഞ 4 മിനിറ്റ് കേൾക്കാൻ അയാൾക്ക് സമയവും സൗകര്യവും ഇല്ല. ക്ലബ് ഹൗസിൽ ഏതെങ്കിലും ഗ്രൂപ്പുണ്ട്, അതിൽ വന്ന് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളാം, അതിന് അയാൾ മറുപടി അറിയാം. അയാളൊരു നേരിട്ട് 1-to-1 ഡിബേറ്റിന് ഈ എന്ത് തയ്യാറല്ല, ഈ വിഡ്ഢി തയ്യാറല്ല. കാരണം ഈ വിഡ്ഢിക്ക് അറിയാം അബദ്ധം പറ്റുന്നു. അദ്ദേഹം അവിടെ ഇങ്ങനെ നമ്മളെ ഒഴിഞ്ഞിട്ട് അങ്ങനെ പോവുക ചെയ്യുന്നത്. പിന്നെ ഒരു ലിങ്ക് അയച്ചു തന്നു, അത് ഏതെങ്കിലും ഒരു ഡിബേറ്റ് ലൈവ് വരുമ്പം ജോയിൻ ചെയ്ത് നമ്മൾ ഇയാളുടെ അനുവാദത്തിന്, ഇയാളുമായിട്ട് ഡിബേറ്റ് ചെയ്യാനുള്ള അനുവാദത്തിന് കാത്തു നിൽക്കണം എന്ന നിലക്കാണ്. 2 വർഷം മുൻപ് ഞാൻ അങ്ങനെ കാത്തു നിന്ന് നട്ടപ്രാന്ത് എടുത്തിട്ട് ഞാൻ പിന്നെ അവസാനം ഞാൻ ഈ ക്ലബ് ഹൗസ് ഇതൊക്കെ ഒഴിവാക്കി ഡിലീറ്റ് ചെയ്ത് ഞാൻ പോകുന്നതാണ്. കാരണം ഈ എന്ത് ഡിബേറ്റ് ചെയ്യാൻ വരില്ല. ഇയാൾ ഡയറക്റ്റായിട്ട് ഒരിക്കലും ഡിബേറ്റ് ചെയ്യാൻ വന്നിട്ടില്ല. ഇയാൾ തന്നെ ശിങ്കിടികൾ തന്നെ 2 വർഷം മുൻപ് മൗല കോഗ്നിഷൻ എന്ന് പറഞ്ഞ ഇതിൽ ക്ലബ് ഹൗസ് കയറ്റിയിട്ട് ഞാൻ ഡിബേറ്റ് ചെയ്യാൻ കുറേ കാത്തിരുന്നിട്ട് പല ലൈവ് ഇതിലും കയറിയിട്ട് ഇയാൾ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറായില്ല. ഇയാളെ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ നമുക്കെന്താ അവിടെ സംശയമുള്ളത്? നമുക്കൊരു കാര്യത്തിൽ സംശയമില്ല. നമ്മളെ സംശയം തീർന്നെന്ത്? സെബാസ്റ്റ്യൻ അംഗീകരിച്ചു കഴിഞ്ഞു. അതായത് ക്രിസ്ത്യൻ സഭകൾക്കൊക്കെ തെറ്റുപറ്റി. അവർ ഖുറൈശികളുടെ വ്യാജദേവനെ, പ്രാകൃത ദേവനെ ബൈബിളിൽ, അറബി ബൈബിൾ എഴുതിയപ്പോൾ അതിലെ യഹോവയാക്കി അവതരിപ്പിച്ചു. യഹോവയെ മാനം കെടുത്തിയ സഭകൾ, ഇതൊക്കെ സെബാസ്റ്റ്യൻ അംഗീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്കിപ്പോൾ എന്താ സംശയമുള്ളത്? സെബാസ്റ്റ്യൻ പിന്നെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വിയോജിക്കുന്നു. അയാൾക്ക് അബദ്ധം പറ്റി, തെറ്റുപറ്റി, അയാൾ വിവരം കെട്ടവനാണെന്ന് നമ്മളിവിടെ തെളിയിച്ചു തന്നു. കാരണം ഖുർആനിലോ ഹദീസിലോ എവിടെയും പറഞ്ഞിട്ടില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്ത ആളെയൊക്കെ കൊല്ലണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതിനകത്ത് ഖുർആനിൽ പറഞ്ഞത് അനുസരണ ദൈവത്തിന് അള്ളാഹുവിനാകുന്നവരെ നിങ്ങൾ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം എന്തില്ല, അതിന് കോണ്ടാക്സ്റ്റ് ഉണ്ട്. അതായത് യുദ്ധം വന്ന സമയത്താണ് യുദ്ധം ചെയ്യാൻ പറഞ്ഞത്. ഖുർആനിൽ പറഞ്ഞ് നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക.
ആ അടിസ്ഥാനത്തിലാണ് ബാക്കിയുള്ള എല്ലാ വചനങ്ങളും വന്നത്, യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വചനങ്ങളും. അല്ലാതെ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് സമാധാനപരമായി ജീവിക്കുന്നവരോട് നിങ്ങൾ നല്ല നിലയിൽ വർത്തിക്കുന്നതിന് തെറ്റില്ല, അത് അനുവദനീയമാണെന്ന് ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെബാസ്റ്റ്യനാണ് ഖുർആൻ വളച്ചൊടിക്കുന്നത്. മതത്തിൻ്റെ പേരിൽ നിങ്ങളെ വീടുകളിൽ നിന്ന് പുറത്താക്കാത്തവരും നിങ്ങളുമായി സഹവർത്തിത്വത്തിൽ ജീവിക്കുന്നവരും രമ്യതയോട് സമാധാനത്തോട് ജീവിക്കുന്നവരും ആയിട്ടുള്ള ആളുകളോട് അവരാരായാലും അവരോട് നല്ല നിലയിൽ വർത്തിക്കുന്നതിന് നിങ്ങളെ അള്ളാഹു വിലക്കുകയില്ല എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ 60-ാം അധ്യായം 8-ാം വചനങ്ങൾ കാണാൻ പറ്റും. Allah does not forbid you to act considerately toward those who have never fought you over religion nor evicted you from your homes, nor forbid you to act fairly towards them. അതായത് അത്തരം ആളുകളോട് നല്ല നിലയിൽ വർത്തിക്കുന്നതിൽ അള്ളാഹ് നിങ്ങളെ വിലക്കുന്നില്ല. നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവരും നിങ്ങളെ വീടുകളിൽ നിന്ന് പുറത്താക്കാത്തവരുമായി നിങ്ങൾ സമാധാനത്തോടുകൂടി ജീവിക്കുന്നതിന് അള്ളാഹ് നിങ്ങൾ ഒരിക്കലും വിലക്കുന്നില്ല. പക്ഷേ ഈ സെബാസ്റ്റ്യനെ പോലത്തെ ആളുകൾ എന്താ ചെയ്യുന്നത്? ഈ ക്രിസ്ത്യാനികളെ വിലക്ക് ചെയ്യുന്നത്. അതായത് മുസ്ലിങ്ങളായിട്ട് നിങ്ങളോട് നല്ല നിലയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളായിട്ട് നിങ്ങൾ അടുക്കരുത്, അവർ നിങ്ങളോട് തഖിയ ചെയ്യുകയാണ് ചെയ്യുന്നത്, നിങ്ങൾ അവരുമായിട്ട് സ്നേഹം പാടില്ല, മുസ്ലിങ്ങളെ അകറ്റി നിർത്തണമെന്ന് പറയുന്നത് ആരാണ്? സെബാസ്റ്റ്യനും അതേപോലെ തന്നെ സെബാസ്റ്റ്യൻ്റെ മൈൻഡ് സെറ്റുള്ള തെമ്മാടികളുമാണ് പറയുന്നത്. മുസ്ലിങ്ങളുടെ അഭിപ്രായം അതല്ല. മുസ്ലിങ്ങളുടെ അഭിപ്രായം ഖുർആനിലാണുള്ളത്. അള്ളാഹു എല്ലാ ആളുകളോടും സമാധാനത്തോടും സ്നേഹത്തോടും ജീവിക്കുന്ന ആളുകളോടൊക്കെ കരുണയോടും സമാധാനത്തോടും ജീവിക്കണമെന്നാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാ ആളുകളോടും യുദ്ധം ചെയ്യണമെന്നും അല്ലെങ്കിൽ കഴുത്തറക്കണമെന്നൊന്നും ഖുർആനിലോ ഇസ്ലാമിലോ എവിടെയും പറഞ്ഞിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് ചെയ്തത്. അദ്ദേഹത്തിന് സിൽക്ക് വാങ്ങി അത് എന്ത് ചെയ്തു? അദ്ദേഹം തൻ്റെ ബ്രദറിന് കൊടുത്തു. അതായത് മുസ്ലിമായ ഉമറിന് അത് ഹറാമാണ് സിൽക്ക് ധരിക്കൽ. അത് അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ ബൗദ്ധ വിശ്വാസിയായിട്ടുള്ള സഹോദരൻ കൊടുത്തു. കാരണം അദ്ദേഹത്തിന് ഇസ്ലാമിക നിയമം ബാധകമല്ല, ശരീഅത്ത് നിയമം മുസ്ലിം അല്ലാത്തവർക്ക് ബാധകമല്ല. അതിനാൽ എന്ത് ചെയ്തു? അല്ലാണ്ട് ഉമർ അദ്ദേഹത്തിൻ്റെ കഴുത്തറക്കാൻ പോവുകയല്ല ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് അള്ളാഹ് എന്നുള്ളത് കുറേശ്ശികൾ ആരാധിച്ചതാണ്. നിങ്ങൾക്ക് വേറെ ഡിബേറ്റ് ചെയ്യാൻ താല്പര്യം ഡിബേറ്റ് ചെയ്യാൻ പറഞ്ഞു. അള്ളാഹ് എന്നുള്ളത് ഗോത്രദേവനാണെങ്കിൽ നിങ്ങളുടെ ബൈബിൾ പണ്ഡിതന്മാർക്ക് സഭകൾക്ക് മൊത്തം തെറ്റുപറ്റാത്തൊരു ബൈബിൾ വരെ പ്രസിദ്ധീകരിക്കാൻ പറ്റാത്ത നിങ്ങളുടെ സഭയിൽ ഒരാൾ ക്രിസ്ത്യാനിയായി ചേർന്നാൽ അവർക്ക് സാൽവേഷൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഞാൻ ആ വോയിസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തത്, അതിൽ ഭയങ്കര കാറ്റടിക്കുന്ന ശബ്ദം വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഇദ്ദേഹം കുറ്റസമ്മതം നടത്തി, കുമ്പസരിച്ചു, ബൈബിളിലൊക്കെ തെറ്റുപറ്റി, ഇവരുടെ പണ്ഡിതന്മാർ ബോൺ അഗെയിൻ ആണ്, അതായത് പുനർജനിച്ച ക്രിസ്ത്യാനികളാണ്, പുത്തൻ ജന്മം നേടിയ ബോൺ അഗെയിൻ ക്രിസ്ത്യൻസ് ആണെന്നൊക്കെ പറയുന്ന ആളുകളുടെ സഭകൾക്ക് അവരുടെ പണ്ഡിതന്മാർക്ക് ബൈബിള് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പം തെറ്റുപറ്റി. പരിശുദ്ധാത്മാവിനെ ഇവരുടെ ബൈബിളിൻ്റെ തിരുവചനത്തിലൊന്നും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമില്ല. അതുകൊണ്ട് ഖുറൈശി ദേവൻ എന്ത് ചെയ്ത്? യഹോവയാക്കി, അള്ളാഹു ആക്കി, ബൈബിളിൽ അള്ളാഹുവിൻ്റെ പേര് ചേർത്തു എന്നൊക്കെ ഇയാൾ അംഗീകരിച്ചു. അപ്പോൾ നിങ്ങൾ സെബാസ്റ്റ്യനിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളോട് എൻ്റെ മൗല കോഗ്നീഷൻ്റെ ചാലഞ്ചാണ്, വെല്ലുവിളിയാണ്. ഒന്നുകിൽ നിങ്ങൾ സെബാസ്റ്റ്യനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സെബാസ്റ്റ്യനെ ബോയ്ക്കോട്ട് ചെയ്യുക, ഉപേക്ഷിക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ തെറ്റുപറ്റിയ ഈ സഭകളെ ഉപേക്ഷിച്ച് യഥാർത്ഥ സഭ തേടി അന്വേഷിച്ച് പോവുക. കാരണം പാഗൻ സെബാസ്റ്റ്യൻ്റെ വിശ്വാസപ്രകാരം പാഗൻ ദൈവത്തിൻ്റെ പേരാണ് യഹോവക്ക് ചേർത്ത് കൊടുത്തത്. അത് വലിയ തെറ്റാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ സഭകളിൽ വേണോ അതേ സെബാസ്റ്റ്യന് വേണോ? രണ്ട് തോണിയിൽ കയറിപ്പോകാൻ നിങ്ങൾക്ക് പറ്റൂല. യേശു തന്നെ പറഞ്ഞതാണെന്ത്? ഒരാൾക്ക് രണ്ട് മാസ്റ്റേഴ്സിന്, രണ്ട് നേതാക്കന്മാരെ പിന്തുടരാൻ പറ്റൂല. നോ വൺ ക്യാൻ സർവ് ടു മാസ്റ്റേഴ്സ്. ഇഫ് ചർച്ച് ഈസ് യുവർ മാസ്റ്റർ, യു സർവ് ദ ചർച്ച് ഓഫ് ക്രൈസ്റ്റ് വിച്ച് ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അതായത് യേശുവിൻ്റെ തിരുശരീരമാണ് സഭ എന്നാണ്. അപ്പോൾ നിങ്ങളൊന്നെങ്കിൽ യേശുവിൻ്റെ തിരുശരീരത്തിനെ ഫോളോ ചെയ്യുക. അവരുടെ പണ്ഡിതന്മാർ അറബിയിൽ ഉപയോഗിച്ച അള്ളാഹ് എന്ന് പറഞ്ഞ് യഹോവയെ അള്ളാഹ് എന്ന് വിളിച്ച യഹോവ, ആ ബൈബിൾ, അറബി ബൈബിളുള്ളത് അവർക്ക് അത് യഥാർത്ഥമാണ്. യഥാർത്ഥ ദൈവത്തിൻ്റെ പേര് അള്ളാഹ് എന്നാണ് അറബിയിൽ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നെങ്കിൽ നിങ്ങളുടെ സഭയെ ഫോളോ ചെയ്യുക. അതല്ലെങ്കിൽ ഈ മുട്ടാടായിട്ടുള്ള ഈ ഗോട്ട് എന്ന് പറയുമല്ലേ, മുട്ടാടായിട്ടുള്ള സെബാസ്റ്റ്യനെ പിന്തുടരുക. വ്യാജ
ശിഷ്യനായിട്ടുള്ള ഫാൾസ് ഡിസൈപ്പിളായിട്ടുള്ള മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കാണാൻ പറ്റും. വ്യാജ ഡിസൈപ്പിളായിട്ടുള്ള സെബാസ്റ്റ്യനെ നിങ്ങൾ ഫോളോ ചെയ്യാം. അത് നിങ്ങൾ തീരുമാനിക്കും. ഇതിനകത്ത് ആ ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് ഉണ്ടല്ലോ, അതിനകത്ത് അടിച്ച് ആ ലിങ്കിൽ അടിച്ചാൽ മതി. ആ സമയത്ത് പ്രോഗ്രാമിന്റെ സമയത്ത് അതിനകത്ത് താങ്കൾക്ക് കയറാം, എന്നിട്ട് സംസാരിക്കാം. പ്രോഗ്രാമിൻ്റെ സമയത്ത് ഗൂഗിൾ അടിച്ച് കയറാനല്ല ഞാൻ സെബാസ്റ്റ്യനോട് ഡിബേറ്റിന് ഞാൻ പറഞ്ഞത്. ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ടാക്കി മൗല കോഗ്നിഷനുമായി ടൈം ഫിക്സ് ചെയ്തുകൊണ്ട് ഒരു മൗല കോഗ്നിഷനായിട്ട് 1-to-1 ഡിബേറ്റിന് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചാണ് നമ്മൾ വന്നത്. അല്ലാണ്ട് നിങ്ങളവിടെ ഇവിടെയും ലിങ്ക് ഇട്ടിട്ട് നിങ്ങളുടെ ലൈവിലുള്ള ദയാദാക്ഷിണ്യവും കാത്തു കുത്തിരിക്കുക മൗല കോഗ്നിഷന് സമയവും സൗകര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മൗല കോഗ്നിഷനുമായി ഒരു ഡേ ആൻഡ് ടൈം ഫിക്സ് ചെയ്തുകൊണ്ട് സാം ഷമോണും അതേപോലെ തന്നെ മാറ്റിസ്ലിക്കൊക്കെ നമ്മളോട് ഡിബേറ്റ് ചെയ്തതുപോലെ ഒരു ഫിക്സഡ് ടൈം വെച്ചുകൊണ്ട് നമ്മളുമായിട്ട് ഡിബേറ്റ് ചെയ്യുക. നമ്മൾ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. അപ്പം ജോലിയും കൂലിയൊന്നും ഇല്ലാത്ത ഇയാൾക്കൊന്നുമില്ല, സമയമില്ല എന്നാണ് ഇയാൾ പറയുന്നത്. നമ്മളുമായിട്ട് നമ്മൾ പറയുന്ന വോയിസ് ഒന്നും കേൾക്കാൻ. അപ്പോൾ ഡിബേറ്റ് ചെയ്യാനാണെങ്കിൽ അയാളുടെ ലിങ്ക് കയറിയിട്ട് നമ്മൾ ചർച്ച ചെയ്യണം. അതല്ലെങ്കിൽ എം അക്ബറിന് മറ്റുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കുക. വേലയും കൂലിയും ഒന്നും ഇല്ലാത്തവർക്ക് അവർ കേട്ടുകൊള്ളുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇതാണ് ഇവരുടെ നിലവാരം. ഇവർക്ക് ഫേസ് ടു ഫേസ് പേടിയാണ്. ഇവർ ക്ലബ് ഹൗസിൽ കുറേ ശിങ്കടികളെയും കൊണ്ട് വെച്ച് ഓൺലൈനിലുള്ള ഈ സെക്യൂരിറ്റി ഗാർഡ്, ഇവരുടെ അംഗരക്ഷകരുണ്ടല്ലോ, ഇവരുടെ ഓൺലൈനിലുള്ള ആ ഗ്രൂപ്പിലുള്ള അവർക്ക് മ്യൂട്ട് ചെയ്യാം, നമ്മളെ ബ്ലോക്ക് ചെയ്യാം. ആ ഒരു 4-ാം ഘട്ട പരിപാടിക്ക് മൗല കോഗ്നിഷനും സമയമില്ല. അതൊരു ക്രിസ്ത്യൻ പ്രിൻസിൻ്റെ ക്യാരക്ടറാണ്. കാരണം ക്രിസ്ത്യൻ പ്രിൻസ് എന്നെ ഡിബേറ്റ് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. ഞാനുമായിട്ട് ഡിബേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ക്രിസ്ത്യൻ പ്രിൻസിൻ്റെ റൂമിൽ കയറിയപ്പം, ക്രിസ്ത്യൻ പ്രിൻസിൻ്റെ പാൾട്ടാക്കിൽ കയറിയപ്പം ക്രിസ്ത്യൻ പ്രിൻസ് നമ്മളെ മ്യൂട്ട് ചെയ്യാണ് ചെയ്തത് നിർത്താതെ. അപ്പോൾ ഈക്വലായിട്ട് ടൈം തരാമെന്നൊക്കെ പറഞ്ഞ് വലിയ ന്യായം പറഞ്ഞ ആളുകൾ നേരിട്ട് മൗല കോഗ്നിഷൻ രംഗത്തിറങ്ങിയപ്പം ഇവന്മാർ ഈ തട്ടുംപുറത്തുള്ള എലികളുടെ മാതിരി ഓട്ടം തുടങ്ങുകയും ചെയ്തത്. മിസ്റ്റർ സെബാസ്റ്റ്യൻ, ഞാൻ താങ്കളോട് പറയണം, നിങ്ങൾക്ക് മൗല കോഗ്നിഷനുമായിട്ട് നേരിട്ട് 1-to-1 ഡിബേറ്റിന് തയ്യാറാണെങ്കിൽ നിങ്ങൾ ഒരു മൗല കോഗ്നിഷനുമായിട്ട് ഒരു ഡിബേറ്റ് ടോപ്പിക്കും ടൈമും ഫിക്സ് ചെയ്തുകൊണ്ട് ഡിബേറ്റ് ചെയ്യാൻ മുന്നോട്ട് വരും. യഹോവ അള്ളാഹു ഒന്നാണോ എന്നുള്ളത് തന്നെ നമുക്ക് ഡിബേറ്റ് ചെയ്യാം. പക്ഷേ നിങ്ങളെക്കൊണ്ട് ഞാനത് സമ്മതിപ്പിക്കുന്നത്, നിങ്ങളുടെ സഭകളെല്ലാം വൈവേച്ചവരാണ്. നിങ്ങൾ ഒരു പുതിയ സഭ ഉണ്ടാക്കിപ്പോയി. ക്രിസ്തുവിൻ്റെ സഭകളെന്ന് പറഞ്ഞ് നിങ്ങൾ എടുക്കുന്ന കോപ്രായങ്ങളെല്ലാം ബോഷ്കാണ്. നിങ്ങൾ പിശാചിൻ്റെ സന്തതികളാണ്. അതായത് അള്ളാഹു വ്യാജ ദൈവമാണെങ്കിൽ, കുറേശികളുടെ ഗോത്രദേവനാണെങ്കിൽ, ആ ദൈവത്തിൻ്റെ പേര്, ഗോത്രദേവൻ്റെ പേര് യഹോവയ്ക്ക് ചാർത്തിയ നിങ്ങളാരാണ്? പിശാചിൻ്റെ സന്തതികളാണ്. പിശാചിൻ്റെ സന്തതികളുടെ സുവിശേഷം കേൾക്കാനോ അവരുടെ ചർമ്മകളിൽ ജോയിൻ ചെയ്യാനോ മുസ്ലിമായ എനിക്ക് യാതൊരു ബാധ്യതയില്ല. അതല്ലെങ്കിൽ നിങ്ങളെന്ത് പറയണോ, നിങ്ങൾക്ക് സെബാസ്റ്റ്യന് തെറ്റുപറ്റിയെന്ന് പറഞ്ഞ് സെബാസ്റ്റ്യൻ്റെ തെറ്റ് അംഗീകരിച്ചുകൊണ്ട് സെബാസ്റ്റ്യൻ കുമ്പസരിക്കും. ഏതായാലും സെബാസ്റ്റ്യൻ ഒന്ന് അംഗീകരിച്ചു, അതായത് ഈ ലോകത്തുള്ള എല്ലാ ക്രിസ്ത്യൻ സഭകൾക്കും തെറ്റുപറ്റി, അവർ ബൈബിളിലൊക്കെ അള്ളാഹ് എഴുതി യഹോവയ്ക്ക് പകരം. അതാണ് മൗല കോഗ്നിഷൻ്റെ ആത്യന്തികമായ ഈ നേട്ടം. ഈ സെബാസ്റ്റ്യനുമായിട്ടുള്ള ഈ വാട്സാപ്പ് സമ്പർക്കത്തിൽ വ്യക്തമായ കാര്യമാണ്. അതാണ് സെബാസ്റ്റ്യൻ എല്ലാ ചർച്ചുകാർക്കും തെറ്റുപറ്റിയെന്ന് സമ്മതിച്ചിരിക്കുന്നു. അപ്പം സാധാരണ തെറ്റല്ലത്, ഇത് മഹാതെറ്റാണ്. കാരണം 1-ാം പ്രമാണം 2-ാം പ്രമാണം ലംഘിക്കുന്നത് മാത്രമല്ല, പരിശുദ്ധ ദൈവമായിട്ടുള്ള യഹോവയെ തന്നെ എന്ത് ചെയ്യുന്നു, ഇവർ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് അള്ളാഹു ആക്കി മാറ്റി. അതാണ് ഏറ്റവും വലിയ തെറ്റ്. അപ്പം അത്തരം സഭകൾ വഴിവെച്ചവരാണ്. സെബാസ്റ്റ്യൻ്റെ വാദം ശരിയാണെങ്കിൽ ഈ സഭകളെല്ലാം വഴിവെച്ചവരാണ്. പിന്നെ സെബാസ്റ്റ്യൻ പറഞ്ഞതുപോലെ ഈ മുസ്ലിം ഭീകരത കാരണമൊന്നുമല്ല അറബിയിൽ ബൈബിൾ അള്ളാഹ് എഴുതിയത്. കാരണം അന്നുള്ള ആളുകൾ യുനാനിമസ്ലി അഗ്രീഡാണ്, പൊതുവായി അംഗീകരിച്ച കാര്യമാണെന്ത്, മുസ്ലിങ്ങളും യഹൂദരും ക്രിസ്ത്യാനികളും ഒരേ ദൈവത്തിനാണ് ആരാധിക്കുന്നത്. പിതാവായ ദൈവം അള്ളാഹുവാണ് എന്നുള്ള തലത്തിൽ, യഹോവയാണെന്നുള്ള തലത്തിലാണ് അവർ എഴുതിയത്. അല്ലാതെ ഏതെങ്കിലും മുസ്ലിം സംഘടനകളോ രാജാക്കന്മാരോ ഖലീഫമാരോ ക്രിസ്ത്യാനികളെ കാത്തിൽ വാള് വെച്ച് ഏതടാ ബൈബിൾ അള്ളാഹ് എന്നുള്ള പേരിൽ ബൈബിൾ ഏതാൻ ഇറക്കി എഴുതിയല്ല. അതൊരു വിഷയം. യഹൂദർ അറബി നാട്ടിൽ താമസിച്ചിട്ടുണ്ട്, യഹൂദർ പല സ്ഥലങ്ങളിൽ താമസിച്ചിട്ടുണ്ട്. അവരും അള്ളാഹ് എന്നുള്ള പദം ഉപയോഗിക്കുന്ന റബ്ബി പറയുന്ന വാക്കുകൾ നമ്മൾ കേട്ടു. അതേപോലെ ആധുനിക കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ സഭകൾ അള്ളാഹ് എന്നുള്ള പേരാണ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതിൽ ഗോത്രദേവനായിരുന്നെങ്കിൽ അവർ തീർച്ചയായും പരിശുദ്ധാത്മാവുള്ള റിഫോമിസ്റ്റ് പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ പറയുന്നതാണല്ലോ, ഞങ്ങൾ ആ റിഫോം ചെയ്തത് ഹോളി സ്പിരിറ്റ് ഞങ്ങളാണ് നയിക്കുന്നതാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ ഹോളി സ്പിരിറ്റിനാൽ നയിക്കപ്പെട്ടെന്ന് പറയുന്ന യഹോവയുടെ സത്യസാക്ഷികളും പെന്തക്കോസ്റ്റുകാരും എല്ലാ ചർച്ചുകളും
അറബി ബൈബിളിൽ ഇന്നും യഹോവ എന്ന് ഉപയോഗിക്കുന്നു. ഇത്രയധികം റിഫോർമേഷനുകളും റിവിഷനുകളും നടത്തിയിട്ടുള്ള ചർച്ചുകൾ, ബൈബിളിലും സഭകളിലും പുനരുത്ഥാനവും നവീകരണവും നടത്തിയിട്ടുള്ള ചർച്ചുകൾ എന്തേ മറന്നുപോയി അള്ളാഹ് എന്നുള്ള പേര് മാറ്റിയതാണ്? അത് ഖുറൈശികളുടെ ഗോത്രദേവനായിരുന്നെങ്കിൽ. അവിടെയാണ് സെബാസ്റ്റ്യൻ നിൻ്റെ പരാജയം. നിൻ്റെ പരാജയം എന്ന് പറയുന്നത് ചർച്ചിൻ്റെയും മുസ്ലിങ്ങളുടെയും വിജയമാണ്. അതേപോലെ നിൻ്റെ വിജയം എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെയും ചർച്ചിൻ്റെയും പരാജയമാണ്. അപ്പോൾ ഏത് പരാജയമാണെന്ന് ക്രിസ്ത്യാനികൾ തീരുമാനിക്കുക. ചർച്ച് പരാജയപ്പെട്ടോ, ചർച്ചിന് തെറ്റുപറ്റിയോ, ചർച്ച് പരാജയപ്പെട്ടോ, അതല്ല സെബാസ്റ്റ്യന് തെറ്റുപറ്റിയോ, സെബാസ്റ്റ്യന് പരാജയപ്പെട്ടോ എന്നുള്ളത് നിങ്ങളിനി തീരുമാനിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.